ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്കോർ റെയിൽവേ മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ പൊളിറ്റിയുടെ റിവിഷൻ എക്സ്പ്രസ് സീരീസിൻ്റെ ഭാഗമായിട്ടുള്ള 6ാമത്തെ സെഷനാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ സെഷൻ്റെ ഷെഡ്യൂള് ഞാൻ നിങ്ങൾക്ക് തന്നപ്പോൾ അതിനകത്ത് 2 ടോപ്പിക്സാണ് പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത്. ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ് എന്ന് പറയുന്നൊരു ഭാഗവും മറ്റൊന്ന് കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്ന് പറയുന്നൊരു ഭാഗമാണ്. ഇതിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ് എന്ന് പറഞ്ഞ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഓൾറെഡി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അതിനുവേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻസ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണത്. ആ സെഷൻ കാണാത്ത കുട്ടികൾ നിങ്ങളുടെ റിവിഷൻ പർപ്പസിന് വേണ്ടി ആ വീഡിയോ പോയി കാണുക. ഞാൻ അതും കൂടെ ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തി വീണ്ടും സെഷൻ്റെ ദൈർഘ്യം കൂട്ടാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഈ സെഷനിൽ നമ്മൾ പ്രധാനമായിട്ടും കവർ ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് പാർട്ടാണ്. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്ന് പറയുന്ന ഭാഗമാണ് ഞാൻ ഇന്ന് പ്രധാനമായിട്ടും കവർ ചെയ്യാനായിട്ട് പോകുന്നത്. ആ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും 15ഓളം വരുന്ന ചോദ്യങ്ങളാണ് ആ ഭാഗത്ത് നിന്ന് വരുന്നത്. ആ ചോദ്യങ്ങളാണ് ഞാൻ ഇന്ന് രാവിലെ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഓക്കെ, അവിടെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സിൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ ഇടാതിരുന്നത് ഈ ഭാഗത്തിന് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിനുവേണ്ടി സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ വീഡിയോ കാണാത്ത കുട്ടികൾ ആ വീഡിയോ കൂടെ ഒന്ന് പോയി കാണാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ചാനലിലെ വീഡിയോ അവൈലബിൾ ആണ്. ഓക്കെ, ഇനി ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ആൻഡ് നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്ന് പറയുമ്പോൾ അത് തന്നെ അത്യാവശ്യം നമ്പേഴ്സ് ഉണ്ട്. ഞാൻ ഈ കാണിച്ചിരിക്കുന്ന 9, 7 കൂടെ കൂട്ടി 16 നമ്പേഴ്സ്. അതിൽ തന്നെ ഒന്നിൽ കൂടുതൽ ബോഡീസ് ഉണ്ട്. ഇപ്പോൾ NCST നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ്, NCBC നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി, ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ SHRC സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, ഇതെല്ലാം തന്നെ എക്സ്ട്രാ ബോഡീസ് ആണ്. അപ്പോൾ ഏകദേശം നമ്മളൊരു 10-20ഓളം വരുന്ന ഓർഗനൈസേഷൻസിനെ നമ്മൾ ഈ ഒരു സെഷൻ കൊണ്ട് കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇതിന് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത് ഈ ഒരു സെഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇതിനകത്ത് നമ്മൾ കറൻ്റ് ആയിട്ടുള്ള ആളുകളെ പറ്റി പഠിക്കേണ്ടി വരും, അതുപോലെ തന്നെ സ്റ്റാറ്റിക് ആയിട്ടുള്ള ആളുകളെ പറ്റി നമ്മൾ പഠിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ കറൻറ്റിൽ നിൽക്കുന്ന, ഇപ്പോൾ ഇതിനകത്ത് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കറണ്ട് CAG ആരാണ് എന്നുള്ളത് ഞാൻ ഇന്നത്തെ സെഷനകത്ത് ഒരു ആളുടെ പേര് നിങ്ങളടുത്ത് പറയുകയാണ്. പക്ഷേ ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ അല്ലെങ്കിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതിൻ്റെ പിറ്റേ ദിവസം നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം ആ വ്യക്തി മാറുന്നതായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്കൊരിക്കലും ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ കറണ്ട് അഫയേഴ്സ് ഒരു വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്ത് പോകാൻ പറ്റില്ല. നിങ്ങൾ വേണം എന്ത് ചെയ്യാനായിട്ട്, അതിന് അപ്ഡേറ്റ് ചെയ്യാനായിട്ട്. അതിനൊന്നില്ലെങ്കിൽ നമ്മുടെ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സുകൾ ഫോളോ ചെയ്യുക, നമ്മുടെ കറണ്ട് അഫയേഴ്സിൻ്റെ പോസ്റ്റേഴ്സ് ഫോളോ ചെയ്യുക, നമ്മുടെ PDF-കൾ വ്യക്തമായിട്ട് വായിച്ച് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ഡേഷന് വിധേയമാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്ന് പറയുന്ന ഭാഗവും അല്ലെങ്കിൽ നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്ന് പറയുന്ന ഭാഗത്തും ആമുഖമായിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഞാൻ ഇതിനകത്ത് സ്റ്റാറ്റിക് പാർട്ടും അതുപോലെ തന്നെ ഈ പറയുന്നുള്ള എന്താണ് കറണ്ട് പാർട്ട് ഞാൻ കവർ ചെയ്യുന്നുണ്ടായിരിക്കും. കറണ്ട് പാർട്ട് പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഈ മെറ്റീരിയലിൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ എടുക്കുന്ന സമയത്തും എന്ത് ചെയ്യണം, ഇതിൻ്റെ കറണ്ട് പാർട്ട് ആളുകൾ മാറുന്ന മുറയ്ക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത്രയും ഭാഗം ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ രാവിലെ കണ്ട ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ പാർട്ടിലെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ്. രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്ന് പറയുന്ന ഭാഗമായിട്ട് ആയിരിക്കും കവർ ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളെ പരിഗണിക്കുക. അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ക്യാൻ, അറ്റോർണി ജനറലിന് എന്തൊക്കെ ഭാഗങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടീസ് വരുന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ചോദ്യത്തിലെ ശരിയായ സെൻറ്റൻസുകൾ കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യത്തിൻ്റെ കൺസെപ്റ്റ്. അപ്പോൾ ഇത് ഒരു പ്രസ്താവന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇത്തരം ക്വസ്റ്റ്യൻസ് നിങ്ങൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കൂടെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തേ പറ്റൂ. NTPC പോലുള്ള പരീക്ഷകൾക്ക്, എന്തിന് ഗ്രൂപ്പ് D പോലുള്ള പരീക്ഷകൾക്ക് പോലും ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഈ ചോദ്യം എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുന്നേ സിവിൽ സർവീസ് എക്സാംസിനൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. പക്ഷേ ആ ഒരു നിലവാരത്തിലേക്ക് ഇതിന് ഒരുപാട് 10 വർഷം മുന്നേയൊക്കെ സിവിൽ സർവീസ് UPSC പോലുള്ള പരീക്ഷകൾക്കൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ കേരള PSCയും അതുപോലെ തന്നെ പതുക്കെ RRB SSC പോലുള്ള പരീക്ഷകളിലേക്കൊക്കെ കടന്നു വന്നു കഴിഞ്ഞിരുന്നു. ഇത് താരതമ്യേന കുറച്ച് എളുപ്പമുള്ള ചോദ്യമാണ്. എന്നിരുന്നാൽ കൂടെ പ്രസ്താവന രീതിയിലുള്ള ഒരു ചോദ്യമായതുകൊണ്ട് കുറച്ച് കുട്ടികൾക്കെങ്കിലും ഇത് ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നിക്കാണും. അപ്പോൾ ഇതിൽ ചെയ്യേണ്ടത് എന്താണ്, ഇതിൽ ശരിയായിട്ടുള്ളത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഓരോ സെൻറ്റൻസുകളായിട്ട് വായിക്കുക, അതിനകത്ത് എലിമിനേഷൻ മെത്തേഡ് എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ഫൈനൽ ആൻസറിലേക്ക് എത്തണം. അപ്പോൾ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ക്യാൻ ബി ടേക്ക് പാർട്ട് ഇൻ ദ പ്രൊസീഡിങ്സ് ഓഫ് ദ ലോക്സഭ. ലോക്സഭയിൽ ടേക്ക് പാർട്ട് ചെയ്യാനായിട്ട് പറ്റും. ബി എ മെമ്പർ ഓഫ് എ കമ്മിറ്റി ഓഫ് ലോക്സഭ. ലോക്സഭയിൽ നമ്മൾ ഒരുപാട് കമ്മിറ്റീസിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിലെ ഏതെങ്കിലും ഒരു കമ്മിറ്റി അംഗമാവാനായിട്ട് പറ്റും. ലോക്സഭയിൽ സ്പീക്ക് ചെയ്യാനായിട്ട് പറ്റും, സംസാരിക്കാനായിട്ട് പറ്റും. കാരണം സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള ഹയസ്റ്റ് ലോ ഓഫീസറാണ് അറ്റോർണി ജനറൽ എന്ന് പറയുന്നത്. അപ്പോൾ അതും പറ്റും. ഇനി വോട്ട് ഇൻ ലോക്സഭയിൽ വോട്ട് ചെയ്യാൻ പറ്റുമോ? വോട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ 4 തെറ്റാണ്. അപ്പോൾ 4 തെറ്റാണെങ്കിൽ തന്നെ 2 and 4 എന്തായി, നമുക്ക് വെട്ടിക്കളയാം. ഇനി 3 ശരിയാണ്. 3 ശരിയാണെന്നുണ്ടെങ്കിൽ 1, 3, 1, 2, 3 ഈ 2 ഓപ്ഷൻസേ ഉള്ളൂ. 2 ശരിയാണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ അതുവഴി നമുക്ക് എന്ത് ചെയ്യാം, C എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് എത്താം. ഓക്കെ,
അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ടാക്കിൾ ചെയ്ത് പഠിക്കുക. ഇനി നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ അറിയില്ല, നിങ്ങൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിന് എന്തെങ്കിലും വേറെ വഴികൾ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോയിൽ അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിനെ മാത്രം വെച്ചുകൊണ്ട്, ഈ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിനെ മാത്രം വെച്ചുകൊണ്ട് സെപ്പറേറ്റ് ഒരു സെഷൻസ് എടുക്കാം. ഇതിന് മുന്നേ RRB ചോദിച്ചിട്ടുള്ള എല്ലാ പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ, അത് കറണ്ട് അഫയേഴ്സിലായിക്കോട്ടെ, പൊളിറ്റിയിലായിക്കോട്ടെ, ഹിസ്റ്ററിയിലായിക്കോട്ടെ, ഏതെങ്കിലും ടോപ്പിക്സിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻസിനൊക്കെ എങ്ങനെ ടാക്കിൾ ചെയ്യാം എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, അത്തരത്തിലൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. പക്ഷേ നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കണം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ അത്തരത്തിലുള്ള സെഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുള്ളൂ, ഡെഡിക്കേറ്റ് ചെയ്ത് ഇരിക്കുകയുള്ളൂ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം എന്താണ്? വിത്ത് റെഫറൻസ് ടു ദ ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് കറക്റ്റ്. അപ്പോൾ ഇതും പ്രസ്താവന രീതിയിലുള്ള ചോദ്യമല്ല, പക്ഷേ കുറച്ചുകൂടെ കൺസെപ്ച്വൽ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഫിനാൻസ് കമ്മീഷൻ അഥവാ ധനകാര്യ കമ്മീഷൻ ഫോറിൻ ക്യാപിറ്റൽ ഫോർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് പറയുന്നുണ്ട്. ധനകാര്യ കമ്മീഷൻ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു പർപ്പസ് ഉണ്ടോ? ഇല്ല. അപ്പോൾ അത് തെറ്റാണ് അല്ലേ? ഇനി ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ദ പ്രോപ്പർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫിനാൻസസ് എമംഗ് ദ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ്. PSUസുമായിട്ട് ഫിനാൻസ് കമ്മീഷന് വല്ല ബന്ധമുണ്ടോ? ഇല്ല. ഇറ്റ് എൻഷുവേഴ്സ് ട്രാൻസ്പാരൻസി ഇൻ ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ. ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷനിൽ ട്രാൻസ്പാരൻസി എൻഷുർ ചെയ്യുന്നുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് ധാരണയൊന്നുമില്ല. ധനകാര്യ കമ്മീഷന്റെ പർപ്പസ് എന്ന് പറയുന്നത് ടാക്സ് ഡിവല്യൂഷൻ ആണ് അല്ലേ? അപ്പോൾ അത് നിങ്ങൾ കൂടുതലായിട്ട് ഫിനാൻസ് കമ്മീഷനെ പറ്റി പഠിച്ചിട്ടുണ്ടായിരിക്കും, മിക്കവാറും എക്കണോമിക് ക്ലാസ്സിലായിരിക്കും. ഫിനാൻസ് കമ്മീഷൻ പക്ഷേ എന്താണ്, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആയതുകൊണ്ടാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ ഞാൻ ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ആൻസർ വരുന്നത് നൺ ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്സ് A, B and C given above is correct in this context. ഈ പറഞ്ഞിരിക്കുന്ന ഒന്നും തന്നെ ധനകാര്യ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തല്ല, ശരിയല്ല. അപ്പോൾ അങ്ങേയറ്റം കൺസെപ്ച്വൽ ആയിട്ടുള്ള ചോദ്യങ്ങളും ഇവിടെ ചോദിച്ചു കാണുന്നുണ്ട്. ഇനി CAGനെ പറ്റിയിട്ടാണ് പറയുന്നത്. CAGയെ റിമൂവ് ചെയ്യാനായിട്ട് ആർക്കാണ് പറ്റുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന് കാണുമ്പോൾ തന്നെ ചാടിക്കറി കുത്തരുത്. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഓൺ ദ അഡ്വൈസ് ഓഫ് യൂണിയൻ ക്യാബിനറ്റ്. ക്യാബിനറ്റ് പറഞ്ഞിട്ട് പ്രസിഡന്റിന് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പ്രധാനമന്ത്രിയല്ല, ചീഫ് ജസ്റ്റിസ് അല്ല. പക്ഷെ പ്രസിഡന്റ് ആണ് എന്ത് ചെയ്യുന്നത്, റിമൂവ് ചെയ്യുന്നത്. പക്ഷെ എന്ത് പ്രകാരം? ഇരു സഭകളെയും അഡ്രസ് ചെയ്തതിന് പ്രകാരം CAGനെ ഞാൻ റിമൂവ് ചെയ്യാണെന്നാണ് പറയുന്നത്. അല്ലാതെ ക്യാബിനറ്റ് പറയുന്ന നിർദ്ദേശം വെച്ചുകൊണ്ട് പ്രസിഡന്റ് എന്ത് ചെയ്യാൻ പറ്റില്ല, CAGനെ റിമൂവ് ചെയ്യാനും പറ്റില്ല. ലോകസഭയിലും രാജ്യസഭയിലും വ്യക്തമായിട്ടുള്ള കാര്യകാരണ സഹിതം അഡ്രസ് ചെയ്തതിന് ശേഷമാണ് CAG എന്ന് പറയുന്ന പോസ്റ്റിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റിമൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെ അറിയാത്ത കുട്ടികളുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, ഓർത്ത് വെച്ച് പഠിക്കുക. ഇനി കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അതൊരു 5 അംഗ ബോഡിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് തെറ്റാണ്. ഒന്ന് തെറ്റാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻ A എലിമിനേറ്റ് ചെയ്യാം അല്ലേ. 1 and 2 എന്നാണ് കൊടുത്തിരിക്കുന്നത്, അത് എലിമിനേറ്റ് ചെയ്യാം. ഇനി യൂണിയൻ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ഡിസൈഡ്സ് ദ ഇലക്ഷൻ ഷെഡ്യൂൾ ഫോർ ദ കണ്ടക്ട് ഓഫ് ബോത്ത് ജനറൽ ഇലക്ഷൻസ് ആൻഡ് ബൈ ഇലക്ഷൻസ്. അല്ല, ഇലക്ഷൻ കമ്മീഷനാണ് തീരുമാനിക്കുന്നത്. 2 തെറ്റാണ്. 2 തെറ്റാണെങ്കിൽ 2ഉം Bയും Cയും പോയി, പിന്നെ ഒറ്റ ഓപ്ഷനുള്ളൂ D. ഇലക്ഷൻ കമ്മീഷൻ റിസോൾവ്സ് ഡിസ്പ്യൂട്ട്സ് റിലേറ്റിംഗ് ടു സ്പ്ലിറ്റ്സ് മെർജേഴ്സ് ഓഫ് റെക്കഗ്നൈസ്ഡ് പൊളിറ്റിക്കൽ പാർട്ടീസ്. ശരിയാണ്. ഓക്കെ, ഇനി കൺസിഡർ ദ ഫോളോയിങ് ഓർഗനൈസേഷൻസ് ഓർ ബോഡീസ് ഇൻ ഇന്ത്യ. താഴെ തന്നിരിക്കുന്ന ഓർഗനൈസേഷൻസിനെ പരിഗണിക്കുക. അതിനകത്ത് ഏതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്നുള്ളത് നോക്കുക. NCBC എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. NHRC നാഷണൽ മനുഷ്യാവകാശ കമ്മീഷൻ എന്തല്ല, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയല്ല. ലോ കമ്മീഷൻ എന്തല്ല, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയല്ല. കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് റിഡ്രസൽ കമ്മീഷൻ എന്തല്ല, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയല്ല. അതെല്ലാം തന്നെ നിയമത്തിന്റെ പിൻബലത്തിൽ ഫോം ചെയ്തിട്ടുള്ള ബോഡീസ് ആണ്. അതിനെ എന്തെന്ന് വിളിക്കുക, സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് എന്നാണ് വിളിക്കുക. അപ്പോൾ ഇതിന്റെ ആൻസർ വരുന്നത് only 1 ആണ്. പക്ഷെ ഓപ്ഷൻസ് നോക്കുക നിങ്ങൾ, only 1, only 2, only 3, all 4. ആ രീതിയിലാണ് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്. ഏതാണെന്നല്ല അവർ ചോദിച്ചിരിക്കുന്നത്, ഒരെണ്ണമാണോ, രണ്ടെണ്ണമാണോ, മൂന്നെണ്ണമാണോ, നാലെണ്ണമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ ഇതിൽ NCBCക്ക് താഴെ NCST എന്നാണ് വരുന്നതെന്നുണ്ടെങ്കിൽ only 2 എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും ഇതിൽ കറക്റ്റ് ആയിട്ട് വരിക. അതായത് ഞാൻ NHRC വെട്ടി, നിങ്ങൾക്ക് ഓപ്ഷൻ 2വിനകത്ത് NCST നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ് ആണ് കൊടുത്തിരിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ NCBC എന്ന് പറയുന്നത് എന്താണ്? NCBC നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ് എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. NCST എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. അപ്പോൾ ഇതിന്റെ ആൻസർ എന്തായിരിക്കും, only 2. 2 എണ്ണം മുകളിൽ കൊടുത്തിരിക്കുന്ന 4 എണ്ണത്തിൽ 2 എണ്ണം എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണെന്നാണ്. അല്ലാതെ ഇങ്ങനെയല്ല കൊടുത്തിരിക്കുന്നത് 1 only, 1 and 2, 1 2 3, 1 2 3 4 ഇങ്ങനെ കൊടുക്കുന്നതിന് പകരം വേറൊരു ഫോർമാറ്റിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള ചോദ്യങ്ങളും എക്സ്പെക്ട് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റൻസ് ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയെന്ന് മാത്രം. ഇനി ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഹാസ് എസ്റ്റാബ്ലിഷ്ഡ് നീതി ആയോഗ് ടു റീപ്ലേസ് ദ ഫിനാൻസ് കമ്മീഷൻ ആണ്. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്ന ദിവസം വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഏറ്റവും ആദ്യത്തെ വനിതാ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രമാദേവി, ഓർത്തിരിക്കേണ്ട പേരാണ്. ഹു ഈസ് ദ 14th CAG ഓഫ് ഇന്ത്യ. 14th എന്ന് പറഞ്ഞിട്ട് നമ്പർ വരും, അപ്പോൾ പെട്ടുപോകും. നിങ്ങൾ എന്ത് ചെയ്യും? ഇതിന്റെ ആൻസർ തന്നെ ഗിരീഷ് ചന്ദ്ര മുർമു ആണ്. ഇദ്ദേഹം 14ാമത്തെ ആളാണ്
രാജീവ് മഹർഷി 13ാമത്തെ ആളാണ്. സഞ്ജയ് മൂർത്തി ഇപ്പോഴത്തെ 15ാമത്തെയും ഇപ്പോൾ ഇരിക്കുന്ന ആളാണ്. വി നരഹരി റാവു എന്ന് പറയുന്നത് 1ാമത്തെ ആളാണ്. ഞാൻ മനഃപൂർവ്വം ഓപ്ഷൻ അത്തരത്തിലുള്ള ആളുകളെ വെച്ചിരിക്കുന്നതാണ് പഠിക്കാൻ എളുപ്പത്തിനും. അപ്പോൾ ഒറ്റയടിക്ക് തന്നെ ഈ ചോദ്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടി അല്ലേ. 14ാമത്തെ CAG എന്ന് പറയുന്നത് ഗിരീഷ് ചന്ദ്ര മുർമു ആണ്. അദ്ദേഹത്തിന്റെ പേരായിരിക്കും കുറച്ച് പേരും കേട്ടിരിക്കാം. സഞ്ജയ് മൂർത്തി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ആളാണ്, 15ാമത്തെ വ്യക്തിയാണ്. 13 രാജീവ് മഹർഷിയാണ്. അതുപോലെ തന്നെ വി നരഹരി റാവു ആണ് ഏറ്റവും 1ാമത്തെ CAG എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ വെയിറ്റേജ് ഓഫ് വോട്ട് ഇൻ GST കൗൺസിൽ എന്നുള്ളതാണ്. ഇതിന് മുന്നേ RRB ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. പക്ഷേ ഈ ചോദ്യത്തിനൊരു കുഴപ്പമുണ്ട്, ആരുടെ വെയിറ്റേജ് എന്ന് വ്യക്തമായി ആക്കിയിട്ടില്ല. അപ്പോൾ ഇവിടെ ഇതിന്റെ ആൻസർ 1/3 ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ആൻസർ 1/3 കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് ആരുടെ വെയിറ്റേജ് ആയിരിക്കണം? സെൻട്രൽ ഗവൺമെന്റിന്റെ വെയിറ്റേജ് ആയിരിക്കണം. ആരുടെ ആയിരിക്കണം? സെൻട്രൽ ഗവൺമെന്റിന്റെ വെയിറ്റേജ് ആയിരിക്കണം. അപ്പോൾ ചോദ്യത്തിന് വാട്ട് ഈസ് ദ വെയിറ്റേജ് ഓഫ് സെൻട്രൽ ഗവൺമെന്റ്സ് വോട്ട് ഇൻ GST കൗൺസിൽ എന്നാക്കി മാറ്റിക്കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ എന്തായിട്ട് മാറും? 1/3 ഓഫ് ടോട്ടൽ വോട്ട്സ് എന്നാക്കി മാറ്റും. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് നോക്കാനായിട്ട് പോകുന്നത് CAG, ഏറ്റവും ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്. ഞാൻ അതിന്റെ ആർട്ടിക്കിൾസിന്റെ ബേസിസിലാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിന് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട പാരാമീറ്റേഴ്സും അതിനകത്ത് നിങ്ങൾ പഠിക്കേണ്ട ഫാക്റ്റുകൾ ഞാൻ ഇവിടെ വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട്. ആർട്ടിക്കിൾ വരുന്നത് 148 ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട് 5-നകത്താണ് വരുന്നത്. യൂണിയൻ എക്സിക്യൂട്ടീവിന്റെ ഭാഗത്താണ് CAG-നെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. CAG-നെ അപ്പോയിന്റ് ചെയ്യുന്ന ആരാണ്? രാഷ്ട്രപതിയാണ്. അദ്ദേഹത്തെ പറ്റി നിങ്ങൾ പഠിക്കേണ്ട എന്താണ്? ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡാണ് അദ്ദേഹം. അദ്ദേഹത്തിനെയാണ് ഗാർഡിയൻ ഓഫ് ദി പബ്ലിക് പേഴ്സ് എന്ന് വിളിക്കുന്നത്. ഹി വാസ് വൺ ഓഫ് ദ ബുൾവാർക്സ് ഓഫ് ദ ഡെമോക്രാറ്റിക് സിസ്റ്റം ഇൻ ഇന്ത്യ. ഓക്കെ, ജനാധിപത്യ വ്യവസ്ഥയുടെ ഒരു ബുൾവാർക്കായിട്ട് കൺസിഡർ ചെയ്യുന്ന വ്യക്തിയാണ് CAG എന്ന് പറയുന്ന പോസ്റ്റിനകത്തിരിക്കുന്നത്. ഇനി ഇദ്ദേഹത്തിന്റെ കണ്ടീഷൻസ് ഓഫ് സർവീസ് ഡിറ്റർമിൻ ചെയ്യുന്നത് പാർലമെന്റ് ആണ്. പാർലമെന്റ് ഏത് പ്രകാരം? ഇവിടെ എഴുതിയിട്ടുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ എംപവേഴ്സ് പാർലമെന്റ് ടു പ്രിസ്ക്രൈബ് ദ ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ്. Accordingly, the Parliament enacted CAG's Duties, Powers and Conditions of Service Act 1971. അപ്പോൾ 1971 CAG's Duties, Power and Conditions Service Act ആണ് എന്തൊക്കെയാണ് CAG-യുടെ ഉത്തരവാദിത്തങ്ങൾ എന്നുള്ളത് പറയുന്നത്. അപ്പോൾ CAG-യുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്ന് തീരുമാനിക്കാനായിട്ട് പാർലമെന്റിനെ ഏൽപ്പിക്കുന്നു. പാർലമെന്റ് അത് പ്രകാരം ഒരു നിയമം പാസ്സാക്കി ആ നിയമപ്രകാരം എന്ത് ചെയ്യുന്നു? CAG-യുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം വർക്കൗട്ട് ചെയ്തെടുക്കുന്നു. ഇനി നോട്ട് എലിജിബിൾ ഫോർ ഫർദർ ഓഫീസ്. അപ്പോൾ വേറൊരു ഓഫീസിനകത്ത് ഒരിക്കൽ CAG ആയിട്ട് ഇരുന്നിട്ടുള്ള ഒരു വ്യക്തിക്ക് മറ്റൊരു ഓഫീസിനകത്തോ മറ്റൊരു ഗവൺമെന്റ് സ്ഥാപനത്തിനകത്തോ വർക്ക് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? എലിജിബിൾ ആയിരിക്കില്ല എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി ടേംസ് ഓഫ് സർവീസ് പറയുന്നത് എന്താണ്? 6 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സോ ആണ് അദ്ദേഹത്തിന്റെ പ്രായപരിധി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ 6 വർഷം ടേം കംപ്ലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ 65 വയസ്സ് പൂർത്തിയാക്കുക. ഇതിൽ ഏതാണോ ആദ്യം അതനുസരിച്ചിട്ട് എന്ത് ചെയ്യാം? അദ്ദേഹത്തിന്റെ ടേം കഴിയുന്നതായിരിക്കും. ഇത്രയാണ് CAG-നെ പറ്റി നിങ്ങൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത്. ഏറ്റവും ആദ്യത്തെ CAG എന്ന് പറയുന്നത് വി നരഹരി റാവു ആണ്. ഇപ്പോഴത്തെ CAG എന്ന് പറയുന്നത് സഞ്ജയ് മൂർത്തിയാണ്. തൊട്ടു മുന്നത്തെ ആളുടെ പേര് നമ്മൾ പറഞ്ഞു, ഗിരീഷ് ചന്ദ്ര മുർമു. അതിന് മുന്നത്തെ ആളുടെ പേരും ഞാൻ ഓൾറെഡി നേരത്തെ ക്വസ്റ്റിനകത്ത് ഡിസ്കസ് ചെയ്തു പറഞ്ഞതാണ്. ഇനി രണ്ടാമത്തെ ബോഡി എന്ന് പറയുന്നത് GST കൗൺസിലാണ്. GST കൗൺസിലിന്റെ കാര്യത്തിനകത്ത് ആർട്ടിക്കിൾ വരുന്നത് 279A ആണ്. പ്രസിഡൻഷ്യൽ ഓർഡർ പ്രകാരം നിലവിൽ വന്നിട്ടുള്ള ഒരു ബോഡിയാണ്. ആൻഡ് ആഫ്റ്റർ 60 days ഓഫ് എനാക്ട്മെന്റ് ഓഫ് GST ആക്ട് നിലവിൽ വന്നതിന് ശേഷം രാഷ്ട്രപതിയുടെ ഉത്തരവ് ഇറക്കിയതിന് ശേഷം ഫോം ചെയ്തിട്ടുള്ള ഒരു കൗൺസിലാണ് GST കൗൺസിൽ എന്ന് പറയുന്നത്. അത് 279A എന്ന് പറയുന്ന ആർട്ടിക്കിളിനകത്ത് പിന്നീട് ആഡ് ചെയ്യപ്പെട്ടു. ചെയർപേഴ്സൺ ആയിട്ട് വരുന്നത് ആരാണ്? യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആണ്. പ്രധാനമന്ത്രിയുടെ പേര് ഓപ്ഷനകത്ത് വരാനുള്ള സാധ്യതയുണ്ട്, തെറ്റിക്കരുത്. GST കൗൺസിലിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആര് തന്നെയാണ്? ധനകാര്യ മിനിസ്റ്റർ തന്നെയാണ്. ഇനി ആരൊക്കെയാണ് അംഗങ്ങൾ വരുന്നത്? ഓരോ സംസ്ഥാനത്തിന്റെയും മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് അതിന് മുന്നേ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഇൻ ചാർജ് ഓഫ് റവന്യൂ ഓർ ഫിനാൻസ്. ഇപ്പോൾ ധനകാര്യ കമ്മീഷൻ മന്ത്രി ഉണ്ടായിരിക്കും, അദ്ദേഹത്തിന് അസിസ്റ്റ് ചെയ്യുന്ന മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഉണ്ടായിരിക്കും. അതല്ലാതെ എന്താണ്? സംസ്ഥാന സർക്കാർ നോമിനേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ ധനകാര്യ മന്ത്രിയായിട്ട് ഇരിക്കുകയോ ചെയ്യുന്ന ആളുകളും എന്തുണ്ടായിരിക്കും? GST കൗൺസിലിനകത്ത് ഉണ്ടായിരിക്കും. ഇനി 1/2 ഓഫ് ടോട്ടൽ മെമ്പേഴ്സ് ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ GST കൗൺസിലാണ് അതിന്റെ ക്വാറം എന്ന് പറയുന്നത്. ലോക്സഭ രാജ്യസഭയും പഠിച്ചപ്പോൾ നമ്മൾ ക്വാറം പഠിച്ചതാണ്. അതുപോലെ GST കൗൺസിലും സഭ സമ്മേളിക്കുന്നതിന് ഒരു ക്വാറം ഉണ്ട്. ആ ക്വാറം എന്ന് പറയുന്നത് പകുതി അംഗങ്ങളിലും വന്നിരിക്കണം എന്നുള്ളതാണ്. തീരുമാനങ്ങൾ എടുക്കുന്നത് എങ്ങനെയാണ്? Every decision of the council has to be taken by a majority of not less than 3/4 of the weighted votes of the members present and voting. 4/3 വോട്ട് ആണ് ഇതിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത്. അതിൽ വെയിറ്റേജ് സെൻട്രൽ ഗവൺമെന്റിന് 1/3 സ്റ്റേറ്റ് ഗവൺമെന്റ്സിന് 2/3 വെയിറ്റേജ് വെച്ച്. എന്നിരുന്നാൽ ടോട്ടൽ വെയിറ്റേജ് എത്രയായിരിക്കണം? ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി എടുക്കണമെങ്കിൽ 3/4 വെയിറ്റേജിൽ പാസ്സാക്കി എടുക്കും വേണം. അപ്പോൾ ഇതാണ് അതിന്റെ വെയിറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. GST കൗൺസിലിനെ പറ്റിയിട്ട് ഇത്രയും ഫാക്റ്റുകൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അതിനുശേഷം വരുന്ന കമ്മീഷൻ ധനകാര്യ കമ്മീഷൻ ആർട്ടിക്കിൾ 280. അപ്പോൾ 148 CAG പഠിച്ചു, 279 GST കൗൺസിൽ പഠിച്ചു. ഫിനാൻസ് കമ്മീഷൻ 280 ആണ് ആർട്ടിക്കിൾ വരുന്നത്. രാഷ്ട്രപതി അപ്പോയിന്റ് ചെയ്യുന്നു. ഒരു ചെയർപേഴ്സണും 4 അംഗങ്ങളാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും ഉണ്ടായിരിക്കുക.
കോൺസ്റ്റിറ്റ്യൂഷൻ ഓതറൈസസ് ദ പാർലമെന്റ് ടു ഡിറ്റർമിൻ ദ ക്വാളിഫിക്കേഷൻ. നമ്മൾ എപ്രകാരമാണോ CAG-യുടെ കാര്യം പറഞ്ഞിരിക്കുന്നത്, CAG-യുടെ ഡ്യൂട്ടീസും പവേഴ്സും ഡിറ്റർമിൻ ചെയ്യാനായിട്ട് ഭരണഘടന പാർലമെന്റിനെ പരമേൽപ്പിച്ച പോലെ ഇവിടെ ധനകാര്യ കമ്മീഷനകത്തുള്ള അംഗങ്ങളുടെ യോഗ്യത, ആരെയാണ് ധനകാര്യ കമ്മീഷനകത്ത് അപ്പോയിന്റ് ചെയ്യേണ്ടത് തുടങ്ങിയ യോഗ്യത തീരുമാനിക്കുന്നതിന് വേണ്ടി പാർലമെന്റിനെ ഭരണഘടന ഭരമേൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഭരണഘടനയ്ക്കകത്ത് എഴുതി വെച്ചിരിക്കുകയാണ് പാർലമെന്റിനാണ് തീരുമാനിക്കാൻ പറ്റുന്നത് ആരാണ് ധനകാര്യ കമ്മീഷനായിട്ട് ഇരിക്കേണ്ടത് എന്ന്. നേരത്തെ പറഞ്ഞ എന്താണ്, പാർലമെന്റിന് എന്ത് തീരുമാനിക്കാൻ പറ്റും, CAG-യുടെ ഡ്യൂട്ടീസും പവേഴ്സും ഒക്കെ തീരുമാനിക്കാൻ പറ്റും. അത് പ്രകാരം 71 ഒരു നിയമപ്രകാരം CAG-യുടെ നിലവിലെ ഡ്യൂട്ടീസും പവേഴ്സും എല്ലാം ആ 71 നിയമപ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, വർക്ക്ഔട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇവിടെയും ധനകാര്യ കമ്മീഷനായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ് തീരുമാനിക്കുന്നത്, പാർലമെന്റാണ് തീരുമാനിക്കുന്നത്. അതുപ്രകാരം പാർലമെന്റ് ഫിനാൻസ് കമ്മീഷൻ ആക്ട് 1951 പാസ്സാക്കി. 1951 ഫിനാൻസ് കമ്മീഷൻ ആക്ട് പ്രകാരമാണ് ധനകാര്യ കമ്മീഷൻ നിലവിൽ ഫോം ചെയ്യുന്നത്. പക്ഷെ അപ്പോൾ തെറ്റിദ്ധരിക്കരുത്, ഫിനാൻസ് കമ്മീഷൻ ആക്ട് 1951 എന്ന് പറയുന്നത് ധനകാര്യ കമ്മീഷനകത്ത് ഇരിക്കുന്ന അംഗങ്ങളുടെ യോഗ്യതയെ നിശ്ചയിക്കുന്നത് മാത്രമാണ്. ധനകാര്യ കമ്മീഷൻ ഇറ്റ് സെൽഫ് ഇസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. 280 വ്യക്തമായിട്ട് അത് പറയുന്നുണ്ട്. ക്ലിയർ? ഇനി കണ്ടീഷൻസ് ഓഫ് സർവീസ് പറയുന്നത് എന്താണ്, രാഷ്ട്രപതിയാണ് കണ്ടീഷൻസ് തീരുമാനിക്കുന്നത്. എത്ര വട്ടം വേണമെങ്കിലും അപ്പോയിന്റ്മെന്റ് ഇരിക്കാം. അതായത് ഒരു വട്ടം ഈ പറഞ്ഞിട്ടുള്ള ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായിട്ട് ഇരുന്നിട്ടുള്ള വ്യക്തി രണ്ടാമതും ഇരിക്കുക. ഓക്കെ, 6 വർഷമോ 65 വയസ്സുമാണ് ധനകാര്യ കമ്മീഷനകത്ത് ഇരിക്കുന്ന ആളുകളുടെ പ്രായപരിധി എന്ന് പറയുന്നത്. കമ്മീഷന്റെ കാലാവധി 5 വർഷമാണ്. ഇപ്പോൾ 16ാമത്തെ കമ്മീഷനാണ് നിലവിലുള്ളത്. ഇനി recommendations made by the finance commissions are only of advisory nature ആണ്, and hence are not binding on the government. ധനകാര്യ കമ്മീഷൻ മുന്നോട്ട് വയ്ക്കുന്ന ശുപാർശകളൊന്നും തന്നെ എന്തല്ല, ബൈൻഡിങ് അല്ല എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, അത് അഡ്വൈസറി നേച്ചർ ഉള്ളതാണ്. ഈവൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആണെന്നുണ്ടെങ്കിലും അഡ്വൈസറി സ്വഭാവം ഉള്ളതാണ്. അപ്പോൾ ഇതിൽ 280 അപ്പോയിന്റ് ചെയ്യുന്ന രാഷ്ട്രപതിയാണ്. ഒരു ചെയർമാന് 4 അംഗങ്ങളാണ് ഉണ്ടായിരിക്കുക. അവരുടെ ക്വാളിഫിക്കേഷൻ പാർലമെന്റ് ആണ് തീരുമാനിക്കുന്നത്. അങ്ങനെ തീരുമാനിച്ചിട്ടുള്ള നിയമമാണ് ഫിനാൻസ് കമ്മീഷൻ ആക്ട് എന്ന് പറയുന്നത്. എലിജിബിൾ ഫോർ റീ അപ്പോയിന്റ്മെന്റ്, ഒന്നിൽ കൂടുതൽ വട്ടം അവരെ അപ്പോയിന്റ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാധാരണഗതിയിൽ 5 വർഷമാണ് കാലാവധി പറയാന്നുണ്ടെങ്കിലും അത് എന്ത് ചെയ്യാം, എക്സ്റ്റെൻഡ് ചെയ്ത് പോയിട്ടുണ്ട്. ഇതിനകത്ത് ഇരിക്കുന്ന ആളുകളുടെ ടൈം പീരീഡ്, അതായത് മെമ്പേഴ്സിന്റെ കാലാവധി എന്ന് പറയുന്നത് 6 വർഷം 65 വർഷം വയസ്സുമാണ്. അതിൽ ഏതാണോ ആദ്യം വരുന്നത് അതനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും, റിട്ടയർ ചെയ്ത് പോകേണ്ടി വരും. ഇനി ഈ ധനകാര്യ കമ്മീഷൻ എന്ന് പറയുന്നത് അഡ്വൈസറി സ്വഭാവമുള്ളതാണ്. അവരുടെ തീരുമാനങ്ങൾ സർക്കാരുകൾക്ക് എന്തല്ല, ബൈൻഡിങ് അല്ല. അവരൊരു തീരുമാനം പറഞ്ഞാൽ സർക്കാർ അതുപോലെ തന്നെ ചെയ്യേണ്ട ആവശ്യം ഇല്ല, കോടതി പോലെ അല്ല എന്നർത്ഥം. ഇത് 16ാമത്തെ ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ആളാണ് അരവിന്ദ് പനഗരിയ എന്ന് പറയുന്നത്. അതുപോലെ 1ാമത്തെ ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആയിരുന്ന വ്യക്തിയാണ് KC നിയോഗി എന്ന് പറയുന്നത്. അത് രണ്ടും നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഇനി UPSC, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, ആർട്ടിക്കിൾസ് 315 മുതൽ 323 വരെയാണ്. രാഷ്ട്രപതിയാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. ഇനി ചെയർമാനും അതർ മെമ്പേഴ്സുമാണ് സാധാരണ ഇതിൽ വരുന്നത്. യൂഷ്വലി 9 അംഗങ്ങളാണ്, ചെയർമാൻ ഉൾപ്പെടെ 9 അംഗങ്ങളാണ് UPSC-ക്കകത്ത് ഉണ്ടായിരിക്കുക. The Constitution has not specified the strength of the commission and left it to the discretion of the president. രാഷ്ട്രപതിയാണ് 9 വേണോ 8 വേണോ 10 വേണോ എന്നൊക്കെ തീരുമാനിക്കുന്ന രാഷ്ട്രപതിയാണ്. ഭരണഘടന 9 അംഗങ്ങൾ വേണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഒറ്റ കാര്യമേ ഉള്ളൂ, ഇങ്ങനെ ഒരു കമ്മീഷൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് UPSC-നെ നമ്മൾ എന്ത് പറയുന്നത്, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് പറയുന്നത്. ഇനി ക്വാളിഫിക്കേഷൻ, നോ ക്വാളിഫിക്കേഷൻ, പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻ ഒന്നും നമ്മുടെ ഭരണഘടനയ്ക്കകത്ത് പറയുന്നില്ല. എക്സെപ്റ്റ് 1/2 ഓഫ് ദ മെമ്പേഴ്സ് ഷുഡ് ബി സച്ച് പേഴ്സൺസ് who have held office at least 10 years under the government of India or state government. അപ്പോൾ കേന്ദ്ര സർക്കാരിലോ സംസ്ഥാന സർക്കാരിലോ 10 വർഷമെങ്കിലും സർവീസ് ഉള്ള ആളുകളായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. എന്തിനകത്തും 9 അംഗങ്ങൾ പറഞ്ഞു, അതിൽ പകുതി ആളെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെങ്കിലും ഈ പറഞ്ഞ പോലെ കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസുകളിലോ 10 വർഷമെങ്കിലും പ്രവൃത്തി പരിചയമുള്ള ആളുകളെയാണ് UPSC മെമ്പേഴ്സ് ആയിട്ടെങ്കിലും അപ്പോയിന്റ് ചെയ്യേണ്ടത്. ഇനി കണ്ടീഷൻസ് ഓഫ് സർവീസ് രാഷ്ട്രപതിയാണ് തീരുമാനിക്കുന്നത്. ഇൻഎലിജിബിൾ ഫോർ റീ അപ്പോയിന്റ്മെന്റ്, ഒരിക്കൽ UPSC-യിൽ വന്നിട്ടുള്ള ആളുകളെ രണ്ടാമത് UPSC-യിൽ അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. നമുക്കറിയാം UPSC എന്ന് പറയുന്നതിന് എന്തുണ്ട്, ചെയർമാൻ പ്ലസ് മെമ്പേഴ്സ് ആണുള്ളത്. സംസ്ഥാന PSC ഉണ്ട്, SPSC എന്ന് പറയുന്നുണ്ട്, അതിനും ചെയർമാനും അംഗങ്ങളുമാണുള്ളത്. ഒരു അംഗത്തിന് സംസ്ഥാന ചെയർമാൻ ആവാം. ഈവൻ ദോ റീ അപ്പോയിന്റ്മെന്റ് ഇല്ല എന്ന് പറഞ്ഞാലും ഈ മെമ്പർക്ക് എന്താവാം, SPSC ആവാം. ഈ SPSC-ക്ക് എന്താവാം, UPSC ചെയർമാൻ വേണമെങ്കിൽ ആവാം, SPSC ചെയർമാൻ വേണമെങ്കിൽ UPSC ചെയർമാൻ ആവാം. അപ്പൊ ആ രീതിയിൽ ഒരു സ്ഥാനക്കയറ്റത്തോട് കൂടിയിട്ടുള്ള ഒരു സംഭവം നമുക്ക് എലിജിബിൾ ആണ്. പക്ഷെ UPSC ചെയർമാൻ ആയിട്ട് ഒരിക്കൽ കിട്ടിയ ഒരു വ്യക്തിക്ക് രണ്ടാമത് ആ സ്ഥാനത്തേക്ക് വരാനായിട്ട് പറ്റില്ല. ഓക്കെ, ഫോർ സ്റ്റേറ്റ് PSCs അപ്പോയിന്റ്മെന്റ് കണ്ടീഷൻസ് ഓഫ് സർവീസ് ഗവർണറാണ് തീരുമാനിക്കുന്നത്. 6 വർഷം 62 വർഷം വയസ്സുമാണ് അവിടുത്തെ ഏജ് എന്നുണ്ടെങ്കിൽ 6 വർഷവും 65 വയസ്സുമാണ്
UPSCയുടെ ഏജ് റിമൂവൽ രാഷ്ട്രപതിയാണ്. അപ്പോൾ സംസ്ഥാന PSCകളെ അല്ലെങ്കിൽ PSC കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും അപ്പോയിന്റ് ചെയ്യുന്നത് ഗവർണർ ആണെങ്കിലും റിമൂവ് ചെയ്യുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. ഓക്കെ, ആ ഒരു പോയിന്റ് കൂടെ നോട്ട് ചെയ്ത് വെക്കാം. ഇനി UPSC ചെയർമാൻ എന്ന് പറയുമ്പോൾ UPSC നമുക്കറിയാം പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്ന സംഭവം നിലവിൽ വരുന്നത് ലീ കമ്മീഷന്റെ റെക്കമെൻഡേഷൻ പ്രകാരം 1924-26 കാലഘട്ടത്തിലാണ് ഈ സംഭവം നിലവിൽ വരുന്നത്. അപ്പോൾ അന്നത്തെ ഏറ്റവും ആദ്യത്തെ ചെയർമാനായിട്ട് വരുന്നത് സർ റോസ് ബാർക്കർ ആണ്. അതിനുശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് UPSCയുടെ ചെയർമാനായിട്ട് വരുന്നത് HK കൃപലാനിയാണ്. നിലവിലെ UPSC ചെയർമാനായിട്ട് ഇരിക്കുന്നത് അജയ് കുമാറാണ്. അപ്പോൾ ഈ 3 പേരുടെ പേര് ഒന്ന് നോട്ട് ചെയ്ത് പോവുക. ഓക്കെ, ഇതാണ് UPSC ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം. നെക്സ്റ്റ്, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ 324 മുതൽ 329 വരെയാണ് ആർട്ടിക്കിൾ വരുന്നത്. അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? അപ്പോയിന്റ് ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷണറും അതുപോലെ തന്നെ മറ്റ് ഇലക്ഷൻ കമ്മീഷണേഴ്സും ഉണ്ടായിരിക്കും. ഇവരുടെ അപ്പോയിന്റ്മെന്റ് കണ്ടീഷൻസ് ഓഫ് സർവീസ് ആൻഡ് ടേംസ് ഓഫ് സർവീസ് ആക്ട് 2023 പുതിയ അമെൻഡ്മെന്റ് നടത്തിയിട്ടുള്ള അത്യാവശ്യം വിവാദമായിട്ടുള്ള ഒരു ആക്ട് പ്രകാരമാണ് നിലവിലെ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും അവരുടെ മറ്റ് കമ്മീഷൻ അംഗങ്ങളെയും എന്ത് ചെയ്യുന്നത്? എലക്ട് ചെയ്യുന്നത്. അവരുടെ കണ്ടീഷൻസ് ഓഫ് സർവീസ്, അവരുടെ അപ്പോയിന്റ്മെന്റ് എല്ലാം പുതിയ നിയമപ്രകാരമാണ് ചെയ്യുന്നത്. ആ പുതിയ നിയമപ്രകാരം ഒരു സെലക്ഷൻ കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്തു. സെലക്ഷൻ കമ്മിറ്റിക്കകത്ത് ആരൊക്കെയാണുള്ളത്? പ്രതിപക്ഷ നേതാവ്, അതുപോലെ തന്നെ പ്രധാനമന്ത്രി, അതുപോലെ തന്നെ ഒരു ക്യാബിനറ്റ് മന്ത്രി അംഗം. ഈ ക്യാബിനറ്റ് മന്ത്രി അംഗം എന്ന് പറയുന്നത് അതുപോലെ തന്നെ പ്രധാനമന്ത്രിയും കൂടെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? ഭരണപക്ഷത്തിന് ഭൂരിപക്ഷം കിട്ടുന്ന ഒരു അവസ്ഥ വരികയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ഇവർ അപ്പോയിന്റ് ചെയ്യുമ്പോൾ ഭരണപക്ഷത്തിന് ഭൂരിപക്ഷം കിട്ടുമ്പോൾ അതിനൊരു സുതാര്യത ഇല്ല എന്നുള്ളതാണ് ആ നിയമത്തിന്റെ ഒരു പ്രശ്നമായിട്ട് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ഈ ധനകാര്യ കമ്മീഷൻ തീരുമാനിക്കുന്നത്? ലോകസഭാ തെരഞ്ഞെടുപ്പ്, രാജ്യസഭാ തെരഞ്ഞെടുപ്പ്, സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി തുടങ്ങിയ ആളുകളുടെ തെരഞ്ഞെടുപ്പുകൾ, ഇതെല്ലാം മോണിറ്റർ ചെയ്യുന്നത് ധനകാര്യ കമ്മീഷനാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ ആരാണ് മോണിറ്റർ ചെയ്യുന്നത്? അത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് മോണിറ്റർ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവാണ്. ഭിത്തിയിലൊക്കെ പോസ്റ്ററുകൾ വന്നു തുടങ്ങി സ്ഥാനാർത്ഥികളുടെ പേരും പറഞ്ഞുകൊണ്ട്, അല്ലേ? അപ്പോൾ അതിന്റെ ഇലക്ഷൻ മോണിറ്റർ ചെയ്യുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. പക്ഷെ MLA-മാരുടെ, MP-മാരുടെ, അത് രാജ്യസഭയും ലോക്സഭയും MLA-മാരുടെ തെരഞ്ഞെടുപ്പ്, അതുപോലെ തന്നെ രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും തെരഞ്ഞെടുപ്പ് എല്ലാം മോണിറ്റർ ചെയ്യുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അവരുടെ കണ്ടീഷൻസ് ആൻഡ് സർവീസ് പുതിയ നിയമപ്രകാരമാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്? തീരുമാനമെടുക്കുന്നത്. അവരെ അപ്പോയിന്റ് ചെയ്യുന്ന കമ്മിറ്റി എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവും പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ഒരു മുഖ്യ ക്യാബിനറ്റ് മന്ത്രിയും കൂടെ ചേർന്നാണ് എന്ത് ചെയ്യുന്നത്? അവരെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഇനി 25 ജനുവരിയാണ് ഈ ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത്. നേരത്തെ ഒരു ചോദ്യം നിങ്ങൾ കണ്ടതാണ്. ആ ദിവസത്തെ വോട്ടേഴ്സ് ഡേ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ ആചരിക്കുന്നു. നിലവിലെ ന്യൂസിൽ നിൽക്കുന്ന സംഭവം ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റി പഠിച്ചിട്ട് പോകുന്നത് വളരെ അത്യാവശ്യമാണ്. ഓക്കെ, ഇനി ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും 2 അംഗങ്ങളുമാണ് രാഷ്ട്രപതി അപ്പോയിന്റ് ചെയ്യുന്നത്. 6 വർഷം 65 വയസ്സ്, നേരത്തെ പറഞ്ഞ ടേംസ് തന്നെയാണ് ഇവിടെ ഉള്ളത്. ദേ ആർ എലിജിബിൾ ഫോർ ഫർദർ അപ്പോയിന്റ്മെന്റ്. മറ്റ് അപ്പോയിന്റ്മെന്റുകളിലേക്ക് അവരെന്താണ്? എലിജിബിൾ ആണ് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഇനി ഏറ്റവും ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ട വ്യക്തിയാണ് സുകുമാർ സെൻ. സുകുമാർ സെൻ വളരെ പ്രോമിനന്റ് ആൻഡ് വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള വ്യക്തിയാണ്. മാർച്ച് 950 മുതൽ ഡിസംബർ 958 വരെയുള്ള കാലഘട്ടത്തിൽ ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഏറ്റവും എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്വാതന്ത്ര്യത്തിന് ശേഷം നടക്കുന്ന ഏറ്റവും ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ആളുകളുടെ പേര് ഈ വോട്ടർ ലിസ്റ്റിനകത്ത് ഉൾപ്പെടുത്തിയ ആളുകൾക്ക് വോട്ടിങ്ങിന്റെ ഈ ആവശ്യകതയെ പറ്റി എല്ലാം മനസ്സിലാക്കി അവരെ വോട്ടിങ്ങിലേക്ക് മുന്നോട്ട് കൊണ്ടുവരുന്നതിൽ ഒരുപാട് നിർണായക പങ്ക് വഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് സുകുമാർ സെൻ എന്ന് പറയുന്നത്. അതിനുശേഷം ഇപ്പോൾ നിലവിൽ 26ാമത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് വന്നിട്ടുള്ള വ്യക്തിയാണ് ഗ്യാനേഷ് കുമാർ എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് അറിയാവുന്നതാണ്, വോട്ട് ചോരി വിവാദമൊക്കെ നടക്കുന്നത് കൊണ്ട് ഇദ്ദേഹത്തിന്റെ പേര് ഇടയ്ക്കിടയ്ക്ക് ന്യൂസിൽ വരുന്നതാണ്. കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക, കറണ്ട് അഫെയറിലുള്ള ഒരാളും കൂടിയാണ്. ഓക്കെ, ഇനി NCSC, NCST ആൻഡ് NCBC പ്രധാനപ്പെട്ട 3 കമ്മീഷൻസ് ആണ്. 338 ഷെഡ്യൂൾഡ് കാസ്റ്റിന് വേണ്ടിയിട്ടുള്ള കേന്ദ്ര കമ്മീഷന്റെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. ഒരു ചെയർപേഴ്സൺ, ഒരു വൈസ് ചെയർപേഴ്സൺ, 3 അംഗങ്ങൾ, അങ്ങനെ 5 അംഗ കമ്മീഷനാണ് NCSC എന്ന് പറയുന്നത്. ചെയർപേഴ്സൺ എന്ന് പറയുന്ന വ്യക്തി എമിനന്റ് ആയിട്ടുള്ള സോഷ്യോ പൊളിറ്റിക്കൽ വർക്കർ ആയിരിക്കണം. അത് റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ടാർഗറ്റ് ഗ്രൂപ്പിലുള്ള ആളായിരിക്കണം. എന്ന് പറഞ്ഞാൽ പട്ടികജാതിയിൽപ്പെട്ട ആളായിരിക്കണം. വൈസ് ചെയർപേഴ്സണും അങ്ങനെ തന്നെയായിരിക്കണം. ആൻഡ് അറ്റ്ലീസ്റ്റ് 1 other member shall be appointed from amongst women. ബാക്കി 3 അംഗങ്ങളിൽ 5 പേരാണ് ഉള്ളത്. വൈസ് ചെയർപേഴ്സൺ ഉണ്ട്, ചെയർപേഴ്സൺ ഉണ്ട്, 3 അംഗങ്ങളുണ്ട്. ആ മറ്റു 3 അംഗങ്ങളിൽ ഒരാൾ എന്തായാലും നിർബന്ധമായിട്ടും ആരായിരിക്കണം? ഒരു സ്ത്രീ ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഇനി പ്രസിഡന്റ് ആണ് ഇവരുടെ കണ്ടീഷൻസ് ഓഫ് സർവീസും അതുപോലെ തന്നെ റിമൂവലും തീരുമാനിക്കുന്നത്.
പൊതുവെ 3 വർഷമാണ് ഇവരുടെ കാലാവധി എന്ന് പറയുന്നത്. പക്ഷേ ദേ ആർ നോട്ട് എലിജിബിൾ ഫോർ അപ്പോയിന്റ്മെന്റ് ഫോർ മോർ ദാൻ 2 ടേംസ്. 2 വർഷത്തിൽ അല്ലെങ്കിൽ 2 ടേംസിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റില്ല, അവരിരുത്തില്ല. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ 6 ഇയേഴ്സിന്റെ കാലാവധി തന്നെ വരും ഏകദേശം അല്ലെ. പക്ഷെ ഒരു കമ്മീഷന്റെ കാലാവധി 3 വർഷമാണ്. വേണമെങ്കിൽ ഒരു 3 വർഷം കൂടെ അവർക്ക് ഇരിക്കാം. 2 ടൈമിൽ കൂടുതൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇരിക്കാനായിട്ട് പറ്റില്ല. സിമിലർ കണ്ടീഷൻസ് തന്നെയാണ് NC-ST-ക്കും ഉള്ളത്, അതുപോലെ തന്നെ NC-BC-ക്കും ഉള്ളത്. 338C എന്ന് പറയുന്ന NC-BC-ക്കും സിമിലർ കണ്ടീഷൻസ് തന്നെയാണ് ഉള്ളത്. NC-BC-യെ ഒരു ഭരണഘടനാ ബോഡിയാക്കി മാറ്റിയ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആണ് 102ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട്. ഇനി ഈ NC-ST-യുടെ നോമിനൽ അല്ലെങ്കിൽ നോഡൽ മിനിസ്ട്രി എന്ന് പറയുന്നത് ഏതാണ്? മിനിസ്റ്റർ ഓഫ് ട്രൈബൽ അഫയേഴ്സ് ആണ്. നേരെ മറിച്ച് NC-SC-യുടെ നോഡൽ മിനിസ്ട്രി എന്ന് പറയുന്നത് മിനിസ്റ്റർ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് ആണ് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. NC-BC-ക്ക് അങ്ങനെ നോഡൽ മിനിസ്ട്രി ആയിട്ട് നിലവിൽ പറഞ്ഞിട്ടില്ല. NC-ST-യുടെയും NC-SC-യുടെയും നോഡൽ മിനിസ്ട്രീസ് രണ്ടും വ്യത്യസ്തമാണ്. അവയുടെ ആർട്ടിക്കിൾസ് വ്യത്യസ്തമാണ്. അതിൽ NC-BC എന്ന് പറയുന്നത് 338C 102ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നിലവിൽ വന്നതാണെന്നുള്ള കാര്യം. സി അല്ല, ബി ആണ്. 102ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നിലവിൽ വന്നതാണ് എന്നുള്ള കാര്യം കൂടെ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ക്ലിയർ? ഇനി നിലവിലെ ചെയർമാൻമാരുടെ പേരാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. കറണ്ട് ചെയർമാൻ എന്ന് പറയുന്നത് NC-SC-യുടെ കിഷോർ മക്വാനയാണ്. NC-ST-യുടെ അന്താർ സിംഗ് ആര്യയാണ്. NC-BC-യുടെ ഹൻസ്രാജ് ഗംഗാരാം ആഹിറാണ്. ഈ 3 പേരുകളും നോട്ട് ചെയ്ത് വെക്കുക. ഇത് ചേഞ്ച് ചെയ്യാനുള്ള സാധ്യത കൂടെ ഉണ്ട്, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് നോട്ട് ചെയ്ത് പോകുന്നത് നന്നായിരിക്കും. ഇനി അടുത്തത് വരുന്നത് എന്താണ്? സ്പെഷ്യൽ ഓഫീസർ ഫോർ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ് എന്ന് പറഞ്ഞുകൊണ്ട് ആർട്ടിക്കിൾ 350B മറ്റൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. രാഷ്ട്രപതിയാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. ഇനി ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസിനെ തീരുമാനിക്കുന്നത് സംസ്ഥാനങ്ങളാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹൂസ് മദർ ടങ് ഈസ് ഡിഫറെന്റ് ഫ്രം ദാറ്റ് ഓഫ് ദ മെജോറിറ്റി ഇൻ ദ സ്റ്റേറ്റ് ഓർ പാർട്ട് ഓഫ് ദ സ്റ്റേറ്റ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ നാട്ടിൽ കേരളത്തിൽ കാസർഗോഡ് ഭാഷ അല്ലെങ്കിൽ കാസർഗോഡ് ജില്ലയിലെല്ലാം തന്നെ തുളു ഭാഷ സംസാരിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ കേരളത്തിൽ ഭൂരിപക്ഷം വരുന്ന ആളുകൾ എന്താണ്, മലയാളമാണ് സംസാരിക്കുന്നത്. അപ്പോൾ അവർ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റിയാണ്. പക്ഷെ അവർ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി ആവണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുന്ന ആരാണ്? അതാത് സംസ്ഥാനങ്ങളാണ്. ഇനി ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഈ പറയുന്ന സ്പെഷ്യൽ ഓഫീസർ ഫോർ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി എന്ന് പറയുന്ന പോസ്റ്റ് ഉണ്ടായിരുന്നില്ല. സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് നമ്മൾ പഠിച്ചതാണ് അല്ലേ. ആന്ധ്ര സ്റ്റേറ്റ് ഫോം ചെയ്യാൻ കാരണമായ സാഹചര്യവും അതിനുശേഷം വന്നിട്ടുള്ള കമ്മീഷൻസും സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് 1956 പ്രകാരം ആദ്യം ഫോം ചെയ്തിട്ടുള്ള സംസ്ഥാനങ്ങളുടെ പേരൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഡീറ്റെയിൽ ആയിട്ട് പൊളിറ്റി ക്ലാസ്സിൽ കണ്ടതുമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് 7ാമത്തെ ഭരണഘടനാ ഭേദഗതി വഴി ആർട്ടിക്കിൾ 350B എന്ന് പറഞ്ഞൊരു അനുച്ഛേദം എന്ത് ചെയ്യുന്നു, കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ആഡ് ചെയ്യുന്നു. അതിനുവേണ്ടി ഒരു ഓഫീസറെ അപ്പോയിന്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം കൂടെ എന്ത് ചെയ്യാം, ഓർത്ത് വെക്കുക. അപ്പോൾ ഇത്രയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾ പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ടത്. നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത് നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്ന് പറയുന്ന ഈ പറയുന്ന ഏകദേശം 9ഓളം വരുന്ന ഓർഗനൈസേഷൻസിനെയാണ് നമ്മൾ ഇനി പ്രധാനമായിട്ട് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി? താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ബോഡി? നീതി ആയോഗ്, അതുപോലെ തന്നെ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, ലോക്പാൽ ആൻഡ് ലോകായുക്ത. ഇതിൽ ഇലക്ഷൻ കമ്മീഷൻ നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ലാത്തത് അഥവാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ഏതെന്ന് ചോദിച്ചാൽ മതി, കൺഫ്യൂഷൻ ആക്കുന്നതിന് വേണ്ടി അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇട്ടിരിക്കുന്നതാണ്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി കറണ്ട് ചെയർമാൻ ഓഫ് NHRC മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരെന്ന് ചോദിച്ചിട്ടുണ്ട്. ആരാണ്? വി രാമസുബ്രഹ്മണ്യൻ. ഓക്കെ. ഇനി കറണ്ട് ചെയർമാൻ ഓഫ് NCW ദേശീയ വനിതാ കമ്മീഷന്റെ ചെയർമാൻ ആരാന്ന് ചോദിച്ചിട്ടുണ്ട്. ആരാണ്? വിജയ കിഷോർ റാത്താക്കർ. ഇനി ആദ്യത്തെ NCPCRന്റെ കുട്ടികളുടെ ബാലാവകാശ കമ്മീഷന്റെ ഏറ്റവും ആദ്യത്തെ ചെയർമാൻ ആരാന്ന് ചോദിച്ചിട്ടുണ്ട്. ആരാണ്? ശാന്തി സിൻഹ. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ആയിട്ടുള്ളത് ആരാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? 2, 3, 4 ആണ് വരുന്നത്. NIA ഒരു നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. 3 കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഒരു നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. 4 ലോ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്താണ്? നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ട്രൈബ്യൂണൽസ് നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. അതുപോലെ തന്നെ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ് എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. CAG എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ട്രൈബ്യൂണൽസ് നമ്മൾ സെപ്പറേറ്റ് വേറൊരു സെഷനിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്താത്തത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഇനി നമുക്ക് ഓരോ ബോഡീസ് ആയിട്ട് നോക്കാം. അതിൽ ഏറ്റവും ആദ്യത്തെ ബോഡി എന്ന് പറയുന്നത് എന്താണ്? CBI ആണ്. CBI സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ബോഡി ആയതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത്രയും ഫാക്ടുകൾ പഠിച്ചാൽ മതി, ഒരുപാട് കോംപ്ലിക്കേഷൻസിലേക്ക് പോകേണ്ട കാര്യമില്ല. 963 ഇത് നിലവിൽ വന്നത്. സന്താനം കമ്മിറ്റിയുടെ റെക്കമെൻഡേഷന്റെ ഭാഗമായിട്ടാണ് ഇത് നിലവിൽ വന്നത്. ഇനി സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്ന CBI അതിന്റെ അധികാരങ്ങൾ ഡിറൈവ് ചെയ്യുന്നത്
ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് 1964 പ്രകാരമാണ്. അപ്പോൾ CBIയുടെ അധികാരങ്ങൾ എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് 1964 നിന്നാണ്. CBI അപ്പോയിന്റ് ചെയ്യുന്നതിൽ രാഷ്ട്രപതി, ഓപ്പോസിഷൻ ലീഡർ, അതുപോലെ തന്നെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, ഈ 3 പേരും കൂടിയിട്ടാണ് ഇതിന്റെ സെലക്ഷൻ കമ്മിറ്റിക്കകത്ത് ഉള്ളത്. ഇനി ഡയറക്ടർ ഓഫ് CBIയുടെ ഡയറക്ടറായിട്ട് ഇരിക്കുന്ന വ്യക്തി 2 വർഷമാണ് പ്രധാനമായിട്ടും ഇരിക്കുന്നത്. അദ്ദേഹത്തിനെ അപ്പോയിന്റ് ചെയ്യുന്നത് CVC ആക്ട് എന്ന് പറഞ്ഞാൽ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ആക്ട് 2003 പ്രകാരമാണ് ഡയറക്ടർ ഓഫ് CBIയുടെ അധികാരങ്ങൾ വരുന്നത്. അപ്പോൾ CBI പഠിക്കുമ്പോൾ 2 നിയമങ്ങൾ പഠിക്കണം. ഒന്ന് ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് 1964, അത് പ്രകാരമാണ് CBIയുടെ പ്രവർത്തനങ്ങളെല്ലാം എന്ത് ചെയ്യുന്നത്? സ്റ്റാറ്റ്യൂട്ടറി ബാക്കിംഗ് കൊടുക്കുന്നത്. എന്നാൽ CBI ഡയറക്ടറെ അപ്പോയിന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറയുന്നത് സെൻട്രൽ വിജിലൻസ് ആക്ട് 2003 പ്രകാരമാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. കറന്റ് ഡയറക്ടറായിട്ട് ഇരിക്കുന്ന വ്യക്തിയുടെ പേര് നോട്ട് ചെയ്ത് വെക്കുക, പ്രവീൺ സൂദ്. ഇത്രയെല്ലാം പഠിച്ചാലും ചിലപ്പോൾ കറന്റിൽ നിൽക്കുന്ന ആളുടെ പേരായിരിക്കും ഡയറക്ടറായിട്ട് ചോദിക്കുക. പ്രവീൺ സൂദാണ് കറന്റിലെ CBI ഡയറക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ 1964 തൊട്ടടുത്ത വർഷമാണ് ഫോം ചെയ്യുന്നത്. സംസ്ഥാന കമ്മിറ്റി റെക്കമെൻഡേഷന്റെ ഭാഗമായിട്ട് തന്നെയാണ് വരുന്നത്. അതിന് പിന്നീട് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബാക്കിംഗ് കൊടുക്കുന്നത് CVC ആക്ട് പ്രകാരം 2003 പ്രകാരമാണ്. ഒരു ചീഫ് കമ്മീഷണറും 2 അല്ലാത്ത കമ്മീഷണേഴ്സും ഉണ്ടായ വൈസ് അംഗങ്ങളുമുള്ള ഒരു ബോഡിയാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ എന്ന് പറയുന്നത്. ഇവിടെ പ്രധാനമന്ത്രി, ഓപ്പോസിഷൻ ലീഡർ, ഒരു യൂണിയൻ ഹോം മിനിസ്റ്റർ, ഇവർ 3 പേരും കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? CVC അഥവാ സെൻട്രൽ വിജിലൻസ് കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നത്. 4 വർഷം 65 വയസ്സാണ് ഇതിന്റെ കാലാവധി, അല്ലെങ്കിൽ ഏതാണ് ഇതിനകത്ത് ഏർലിയർ ആയിട്ട് വരുന്നത് അതാണ് കാലാവധി. നോ ഫർദർ അപ്പോയിന്റ്മെന്റ്. ഒരിക്കലും CVCക്കകത്ത് കയറിയിട്ടുള്ള ആളുകളെ പിന്നെ മറ്റേതെങ്കിലും ഒരു പോസ്റ്റിനകത്തേക്ക് എന്ത് ചെയ്യില്ല? അപ്പോയിന്റ് ചെയ്യില്ല. രാഷ്ട്രപതിയാണ് എന്ത് ചെയ്യുന്നത്? റിമൂവ് ചെയ്യുന്നത്. ഇത്രയും പോയിന്റ്സ് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. പ്രവീൺ കുമാർ ശ്രീവാസ്തവയാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ ആയിട്ട് ഇപ്പോൾ നിലവിൽ ഇരിക്കുന്നത്. അപ്പോൾ 64 വന്നു, സംസ്ഥാന കമ്മിറ്റിയാണ്. 2003 നിയമമാണ് അതിന് സ്റ്റാറ്റ്യൂട്ടറി ബാക്കിംഗ് കൊടുത്തത്. ഒരു മുഖ്യ കമ്മീഷണറും അദ്ദേഹത്തിന് അസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി 2 അംഗങ്ങളും ഉണ്ടായിരിക്കും. പ്രധാനമന്ത്രി, ഒപ്പോസിഷൻ ലീഡർ, അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി, ഇവർ 3 പേരും കൂടിയിട്ടാണ് ഇവരെ തെരഞ്ഞെടുക്കുന്നത്. ഇവരുടെ റിമൂവൽ ആരാണ്? അപ്പം രാഷ്ട്രപതിയാണ്. 4 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്, ഇതാണ് ടേംസ്. ഇതിൽ ഏതാണോ ആദ്യം എത്തുന്നത് അതനുസരിച്ച് അവർ എന്ത് ചെയ്യേണ്ടി വരും? റിസൈൻ ചെയ്ത് പോകേണ്ടി വരും. ഇനി മറ്റൊരു ഓഫീസിനകത്ത് ഇവർക്ക് വേറെ ഏതെങ്കിലും ഒരു സർക്കാർ സ്ഥാപനത്തിനകത്ത് ഇവർക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല? ജോലി ചെയ്യാനായിട്ട് പറ്റില്ല. നിലവിലെ ആളെന്ന് പറയുന്ന ആരാണ്? CVC എന്ന് പറയുന്ന ആരാണ്? പ്രവീൺ കുമാർ ശ്രീവാസ്തവയാണെന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. അടുത്തത് സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ, CIC, സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനാണ്, വിവരാവകാശ കമ്മീഷനാണ്. 2005 നിലവിൽ വന്നത്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 പ്രകാരമാണ് ഇത്തരത്തിലൊരു കമ്മീഷൻ നിലവിൽ വന്നത്. ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണറും അദ്ദേഹത്തിന് അസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി 10 അംഗങ്ങളും അടങ്ങുന്ന 11 അംഗ കമ്മീഷനാണ് നിലവിലുള്ളത്. ഇത് ആവശ്യമില്ല. ഇനി അപ്പോയിന്റഡ് ബൈ ദ റെക്കമെൻഡേഷൻ ഓഫ് കമ്മിറ്റി ആരൊക്കെയാണ്? പ്രധാനമന്ത്രി, ലീഡർ ഓഫ് ഒപ്പോസിഷൻ, അതുപോലെ തന്നെ ഒരു യൂണിയൻ ക്യാബിനറ്റ് അംഗം കൂടെ ചേർന്നിട്ടാണ് ആരെ അപ്പോയിന്റ് ചെയ്യുന്നത്? മുഖ്യ വിവരാവകാശ കമ്മീഷണർ, ഇൻഫർമേഷൻ കമ്മീഷണറെ അല്ലെങ്കിൽ ആ ഒരു കമ്മീഷനെ എന്ത് ചെയ്യുന്നത്? അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പൊ CBI ആയിരുന്നപ്പം പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ആയപ്പോൾ പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, ആഭ്യന്തരമന്ത്രി. സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ ആയപ്പോൾ പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, ക്യാബിനറ്റ് അംഗം, ക്യാബിനറ്റ് മന്ത്രി. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? അവരുടെ തെരഞ്ഞെടുക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഇവര് shall hold office for such term as prescribed by the central government or until they attain the age of 65 years. 65 വയസ്സ് എത്തുന്നത് വരെ ചെയ്യണം. They are not eligible for reappointment. റീഅപ്പോയിന്റ്മെന്റിന് എന്തല്ല? എലിജിബിൾ അല്ല. ഏത് നിയമപ്രകാരം? 2019 ഇത്തരത്തിലൊരു അമെന്റ്മെന്റ് കൊണ്ടുവന്നെന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഇപ്പൊ 2005 നിയമപ്രകാരം ഈ കമ്മീഷൻ നിലവിൽ വന്നപ്പോൾ അവർ എലിജിബിൾ ഫോർ റീഅപ്പോയിന്റ്മെന്റ് ആയിരുന്നു. പക്ഷേ 2019 അതെടുത്ത് മാറ്റി. ഒരു തവണ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത് എന്ത് ചെയ്യില്ല? എലിജിബിൾ അല്ല. ഇനി സംസ്ഥാന ഈ പറഞ്ഞ പോലെ വിവരാവകാശ കമ്മീഷൻ ഉണ്ട്. അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സംസ്ഥാന സർക്കാരുകളാണ്. അവിടെ ഈ പറഞ്ഞ പോലെ ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ 10 കൂടാതെ അദ്ദേഹത്തിന് അസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും. അവർ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? ഗവർണറാണ്. ഓൺ ദ റെക്കമെൻഡേഷൻസ് ഓഫ് ദ അപ്പോയിന്റ്മെന്റ്സ് കമ്മിറ്റി ഹെഡഡ് ബൈ മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി ഹെഡ് ചെയ്യുന്ന ഒരു ഒരു കമ്മീഷൻ അല്ലെങ്കിൽ ഒരു കമ്മിറ്റിയാണ് ആരെ റെക്കമെൻഡ് ചെയ്യുന്നത്? സംസ്ഥാനത്തുള്ള വിവരാവകാശ കമ്മീഷണറെ റെക്കമെൻഡ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് ഹീരാലാൽ സമറിയ ആണ് എന്നുള്ള കാര്യം കൂടെ എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക. ഇവിടെ നിങ്ങൾ കുറച്ച് ഫാക്ട് കൂടെ പഠിച്ചു വെക്കണം. ഒന്ന്, വിവരാവകാശ നിയമത്തെ പറ്റി ചോദ്യം വരാൻ സാധ്യതയുണ്ട്. വിവരാവകാശ നിയമത്തിന്റെ ജനസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1986 ത്രൂ എ ജഡ്ജ്മെന്റ് ഓഫ് സുപ്രീം കോർട്ട് ഇൻ മിസ്റ്റർ പുൽവാൽ വേഴ്സസ് ജയ്പൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ കേസ്. അപ്പോൾ 1986 വിവരാവകാശം എന്ന് പറയുന്ന ഒരു അവകാശം, അല്ലെങ്കിൽ അതൊരു
റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നിലവിൽ വരുന്നത്. അതിന് കാരണമായിട്ടുള്ള കേസാണ് ഇതിനോട് കൊടുത്തിട്ടുള്ളത്. സുപ്രീം കോടതിയിൽ വന്നിട്ടുള്ള കേസാണ് മിസ്റ്റർ കുൽവാൽ വേഴ്സസ് ജയ്പൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ കേസ്. ഇൻ വിച്ച് ഇറ്റ് എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി ഡയറക്റ്റഡ് ദാറ്റ് ദ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ പ്രൊവൈഡഡ് അണ്ടർ ആർട്ടിക്കിൾ 19 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ 19ാമത്തെ അനുച്ഛേദം എന്തുകൂടെ പറയുന്നുണ്ട്? വിവരാവകാശം ഒരു മൗലിക അവകാശമാണെന്നുള്ളത് കൂടെ പറയുന്നുണ്ട് എന്ന് സുപ്രീം കോടതി എന്ത് ചെയ്തു? വ്യാഖ്യാനിച്ചു. ഞാൻ പറഞ്ഞിട്ടുണ്ട് സുപ്രീം കോടതിയാണ് കോൺസ്റ്റിറ്റ്യൂഷനെ വ്യാഖ്യാനിക്കുന്നത്. ഇന്റർപ്രറ്റർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് സുപ്രീം കോടതിയാണ്. അപ്പോൾ 986 ഈ കേസിന്റെ വിധി പറയുന്ന സമയത്ത് സുപ്രീം കോടതി പറഞ്ഞു ആർട്ടിക്കിൾ 19 ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് വിവരാവകാശം റൈറ്റ് ടു ഇൻഫർമേഷൻ കൂടെ എന്താണ് പറയുന്നുണ്ട് എന്ന് വ്യക്തമാക്കി. ആസ് വിത്തൗട്ട് ഇൻഫർമേഷൻ ദ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ കനോട്ട് ബി ഫുള്ളി യൂസ്ഡ് ബൈ സിറ്റിസൻസ്. പൗരന്മാർക്ക് ഒരു വിവരം ലഭിക്കാതെ എങ്ങനെയാണ് അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം പൂർണ്ണമാക്കാനായിട്ട് പറ്റുന്നത്? ഇപ്പം ഞാൻ സർക്കാരിനെയോ സർക്കാരിൻ്റെ മറ്റേതെങ്കിലും ഒരു സ്ഥാപനത്തെയോ ക്രിട്ടിസൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരെ ക്രിട്ടിക്കലായിട്ട് എനിക്ക് അവരുടെ ആക്ടിവിറ്റീനെ അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന ആക്ടിവിറ്റി എന്താണെന്നുള്ള വിവരം എനിക്ക് ലഭിക്കണം. അപ്പോൾ ആ വിവരത്തിനുള്ള അവകാശം എനിക്കില്ലാതെ എങ്ങനെയാണ് ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എൻറ്റിറ്റീസ് സുതാര്യമായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാനായിട്ട് പറ്റുന്നത്? അപ്പോൾ അത് വ്യക്തമാക്കിയത് ഈ കേസിനകത്താണ്. ഓക്കെ, അപ്പോൾ അത് പ്രകാരം ഒരു നിയമം നിലവിൽ വന്നു, ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. ഈ നിയമത്തെ റീപ്ലേസ് ചെയ്തുകൊണ്ട് നിലവിൽ വന്നിട്ടുള്ള നിയമമാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005. അപ്പോൾ ആദ്യം വന്ന നിയമം ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002 ആയിരുന്നു. 3 വർഷം കഴിഞ്ഞപ്പോൾ ആ നിയമത്തെ റീപ്ലേസ് ചെയ്തിട്ട് RTI ആക്ട് 2005 നിലവിൽ വന്നു. ഇനി ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താണ്? നോട്ട് റീസെന്റ് സെക്ഷൻ 44(3) ഓഫ് ദ ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ട് 2023 modified section 821J of the RTI Act, creating an exemption for all personal information from disclosure and removing the previously established exceptions that permitted the release of such information. അതായത് ഇപ്പോഴത്തെ ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ട് 2023 ആ ഒരു നിയമം നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. സെക്ഷൻ ഞാൻ ഹൈലൈറ്റ് ചെയ്തത് ഒന്ന് ഓർത്ത് വെക്കുക, കറണ്ട് അഫെയറിൽ ഉള്ളതാണ്. അത് പ്രകാരം നിങ്ങൾ ഈ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ ഫോൺ നമ്പർ ചോദിക്കുക, നിങ്ങളുടെ ആധാർ നമ്പർ ചോദിക്കുക, ID നമ്പർ ചോദിക്കുക, ഇങ്ങനെയുള്ള സംഭവങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾ അത് ഷെയർ ചെയ്യേണ്ട കാര്യമില്ല എന്ന് വ്യക്തമായി ഈ നിയമത്തിലൂടെ എന്ത് ചെയ്തു? പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ പോയിന്റ് കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളുടെ RTI ആക്ടിന്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഇനി നീതി ആയോഗ് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഒരു നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി പോലും അല്ല, അല്ലെ? അതിനൊരു നിയമത്തിന്റെ ബാക്കിംഗ് ഒന്നുമില്ല. നിലവിൽ വന്നിരിക്കുന്നത് January 1, 2015 ഇത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയും അല്ല, ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയും അല്ല. കോഓപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറയുന്ന കൺസെപ്റ്റ്. അപ്പോൾ ഈ കൺസെപ്റ്റ് ഒക്കെ ചിലപ്പോൾ ചോദിക്കാം കേട്ടോ, കൺസെപ്റ്റ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. കോഓപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറയുന്ന ഒരു ആശയത്തെ മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന സംസ്ഥാനങ്ങളെല്ലാം കൂടെ ഏകോപിപ്പിച്ചിട്ട് ഒരു രാജ്യം ഒന്നാകെ മുന്നോട്ട് പോവുക എന്നുള്ളൊരു ആശയത്തിൽ മുന്നോട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനാണ് നീതി ആയോഗ്. ബോട്ടം അപ്പ് അപ്രോച്ചാണ് ഇത് മുന്നോട്ട് വയ്ക്കുന്നത്. താഴെത്തട്ടിൽ നിന്ന് മുകളിലേക്ക് വികസനം കൊണ്ടുവരിക എന്നുള്ളൊരു അപ്രോച്ചാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. അതിൻ്റെ കോമ്പോസിഷൻ വ്യക്തമായിട്ട് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. കോമ്പോസിഷൻ എന്ന് പറയുമ്പോൾ ചെയർപേഴ്സൺ ആയിട്ടിരിക്കുന്നത് പ്രൈം മിനിസ്റ്ററാണ്. ഗവേണിംഗ് കൗൺസിലിനകത്ത് മുഖ്യമന്ത്രിമാരുണ്ടായിരിക്കും. അത് സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ, UTകളുടെ മുഖ്യമന്ത്രിമാർ. ഇനി മുഖ്യമന്ത്രിമാരില്ലാത്ത യൂണിയൻ ടെറിട്ടറി ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഗവർണർമാരുടെ ആയിരിക്കും. ഇനി അതിന് ഓരോ റീജിയണൽ കൗൺസിൽസ് ഉണ്ടായിരിക്കും, സ്പെഷ്യൽ ഇൻവൈറ്റീസ് ഉണ്ടായിരിക്കും. ഫുൾ ടൈം ഓർഗനൈസേഷണൽ ഫ്രെയിംവർക്കിൽ കുറച്ച് ബ്യൂറോക്രാറ്റിക് അംഗങ്ങളും ഉണ്ടായിരിക്കും. IAS ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ തൊട്ട് താഴത്തേക്ക് LD ക്ലർക്ക് വരെയുള്ള ആളുകളും അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും അത് പ്രവർത്തിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഇനി സബോർഡിനേറ്റ് വിങ് ഓഫ് നീതി ആയോഗ് ഏതാണെന്ന് ചോദ്യം വരാൻ സാധ്യതയുണ്ട്. ഒഫീഷ്യൽ സൈറ്റിൽ കൊടുത്തിട്ടുള്ള ഡാറ്റയാണ്, നിങ്ങൾ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ എക്കണോമിക്സ് ആൻഡ് റിസർച്ച്, NILED എന്ന് പറയുന്ന ഓർഗനൈസേഷൻ നീതി ആയോഗിന് വേണ്ടി പ്രവർത്തിക്കുന്ന അതിൻ്റെ ഒരു സബോർഡിനേറ്റ് വിങ് ആണ്. ഡെവലപ്മെന്റ് മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ ഓഫീസർ DMEO എന്ന് പറയുന്നത് നീതി ആയോഗിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. സ്റ്റാറ്റിക് പാർട്ടിയിൽ നിന്ന് ചോദ്യം വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇനി നീതി ആയോഗുമായിട്ട് ബന്ധപ്പെട്ട പോസ്റ്റുകൾ പഠിക്കുമ്പോൾ ചെയർമാൻ നമുക്കറിയാം പ്രധാനമന്ത്രിയാണ്. വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് നിലവിലെ സുമൻ K. ബെറിയാണ്. CEO എന്ന് പറയുന്നത് BVR സുബ്രഹ്മണ്യമാണ്. ഈ 3 പേരുകളും ഒന്ന് നോട്ട് ചെയ്ത് പോകുന്നത് നല്ലതാണ്. ഇനി NHRC, കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ. അപ്പോൾ അത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് 1993 പ്രകാരമാണ്. രാഷ്ട്രപതിയാണ് എന്ത് ചെയ്യുന്നത്? കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യുന്നത്. ആരുടെ നിർദ്ദേശപ്രകാരം? അതൊരു നീളം കമ്മിറ്റിയാണ്. ആ നീളം കമ്മിറ്റിയിലുള്ള അംഗങ്ങൾ ആരൊക്കെയാണ്? പ്രധാനമന്ത്രി ഉണ്ടായിരിക്കും, ആഭ്യന്തരമന്ത്രി ഉണ്ടായിരിക്കും, രാജ്യസഭയിലെയും ലോകസഭയിലെയും പ്രതിപക്ഷ നേതാക്കന്മാർ, രാജ്യസഭയിലെയും ലോകസഭയിലെയും അധ്യക്ഷന്മാർ. ഇത്രയും ആളുകൾ കൂടിയിട്ടാണ് ആര് തെരഞ്ഞെടുക്കുന്നത്? മനുഷ്യാവകാശ കമ്മീഷനെ തെരഞ്ഞെടുക്കുന്നത്. അതിൽ ഒരു മെമ്പേഴ്സ് അതിൻ്റെ കോമ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അതിൻ്റെ അധ്യക്ഷനായിട്ടിരിക്കുന്നത് റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് റാങ്കിലുള്ള ആളുകളോ അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിലുള്ള ആളായിരിക്കും. അത് ആൻഡ് എമിനൻ്റ് ആയിട്ടുള്ള ഒരു ജുറിസ്റ്റ് മറ്റൊരു ജഡ്ജി ഉണ്ടായിരിക്കും. അതല്ലാതെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്, മനുഷ്യാവകാശവുമായിട്ട് ബന്ധപ്പെട്ട പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉള്ള 3 അംഗങ്ങളുണ്ടായിരിക്കും. അതിലൊരു സ്ത്രീ ഉണ്ടായിരിക്കണം. ഇനി ഇതിന് പുറമെ NCSC നമുക്കറിയാവുന്ന പോലെ പട്ടികജാതി കമ്മീഷനിൽ നിന്നും, പട്ടികവർഗ കമ്മീഷനിൽ നിന്നും, ബാക്ക്വേർഡ് കമ്മീഷനിൽ നിന്നും, വനിതാ കമ്മീഷനിൽ നിന്നും, കുട്ടികളുടെ കമ്മീഷനിൽ നിന്നും, അതുപോലെ തന്നെ PWBDക്കാർക്ക് വേണ്ട ചീഫ് കമ്മീഷണറിൽ നിന്നും എല്ലാം അവരൊക്കെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടുള്ള അംഗങ്ങളും മനുഷ്യാവകാശ കമ്മീഷന്റെ ഭാഗമായിട്ടുണ്ടായിരിക്കും. 3 വർഷമോ 70 വയസ്സോ ആണ് അതിന്റെ പ്രായപരിധി എന്ന് പറയുന്നത്. റീഅപ്പോയിന്റ്മെന്റിന് എലിജിബിൾ ആണ്. ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻസിന് എന്ത് ചെയ്യാനേ പറ്റുള്ളൂ? ക്യാൻ ഇൻക്വയർ ഇൻ ടു വയലേഷൻ ഓഫ് HRs ഓൺലി ഓൺ ദ സബ്ജക്ട് മെൻഷൻഡ് ഇൻ ദ സ്റ്റേറ്റ് ലിസ്റ്റ് ആൻഡ് കൺകറന്റ് ലിസ്റ്റ്. അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാറ്റർ ആണ്. കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷനാണ് യൂണിയൻ ലിസ്റ്റിനകത്ത് കൊടുത്തിട്ടുള്ള വിഷയങ്ങളുടെ പുറത്ത് ഒരു മനുഷ്യാവകാശ ലംഘനം സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ ഇടപെടാനായിട്ട് പറ്റുക. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻസിന് സംസ്ഥാന ലിസ്റ്റിലോ കൺകറന്റ് ലിസ്റ്റിലോ ഉള്ള ടോപ്പിക്സിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇടപെടാനായിട്ട് പറ്റുള്ളൂ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇതിന്റെ നിലവിലെ ചെയർമാൻ എന്ന് പറയുന്നത് V. രാമസുബ്രഹ്മണ്യമാണ്. ഒന്നാമത്തെ ചെയർമാൻ എന്ന് പറയുന്ന ആരാണ്? ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണെന്നുള്ള കാര്യം കൂടെ എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് പോവുക. ഓക്കെ. ഇനി ലോക്പാലും ലോകായുക്തയും. ലോക്പാൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ആന്റി കറപ്ഷൻ ബോഡിയാണ്. ലോക്പാൽ ആൻഡ് ലോകായുക്ത ആക്ട് 2013 പ്രകാരം നിലവിൽ വന്നതാണ്. ഇതിന്റെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷവും അല്ലെങ്കിൽ 70 വയസ്സുമാണ്. ആ സാഹചര്യം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അന്നാ ഹസാരിയുടെ സമരം കിടക്കുന്നതും അതെല്ലാമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ലോക്പാൽ നിലവിൽ വരുന്നത്. കറപ്ഷൻ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ബോഡിയാണ്. ലോക്പാൽ ആൻഡ് ലോകായുക്ത ആക്ട് വഴിയാണ് നിലവിൽ വന്നത്. അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. ആരാണ് സെലക്ഷൻ കമ്മിറ്റി? പ്രധാനമന്ത്രി ഉണ്ടായിരിക്കും, ലോക്സഭാ സ്പീക്കർ ഉണ്ടായിരിക്കും, പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരിക്കും, ചീഫ് ജസ്റ്റിസ് ഉണ്ടായിരിക്കും, അതല്ലാതെ ഒരു എമിനന്റ് ജൂറിസ്റ്റ് ഉണ്ടായിരിക്കും. ഇനി ലോകായുക്ത എന്ന് പറഞ്ഞാലോ, എല്ലാ സംസ്ഥാനങ്ങളും പ്രത്യേക നിയമം വഴിയാണ് അത് ഉണ്ടാക്കുന്നത്. അതിന്റെ സ്ട്രക്ചർ, അതിന്റെ എലിജിബിലിറ്റി, ടേം, മെത്തേഡ് ഇതെല്ലാം തന്നെ സംസ്ഥാനങ്ങൾ ടു സംസ്ഥാനം എന്ത് ചെയ്യും? വേരി ചെയ്യുന്നതായിരിക്കും. അപ്പം സംസ്ഥാന സർക്കാരുകൾ, സംസ്ഥാന നിയമസഭകളാണ് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ ലോക്പാൽ എന്ന് പറയുന്നത് പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള നിയമമാണ്. അതിൽ അപ്പോയിന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അംഗങ്ങളെയാണ് നിങ്ങൾ നേരത്തെ കണ്ടത്. ഇനി എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഫോർ ലോക്പാൽ. ചെയർമാൻ ആണെന്നുണ്ടെങ്കിൽ മിനിമം ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജോ ആയിട്ടുള്ള ആളായിരിക്കണം. ജുഡീഷ്യൽ അംഗങ്ങൾ എന്ന് പറയുന്നതും ആ ഒരു രീതിയിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളായിരിക്കണം. അതർ അംഗങ്ങൾ, മറ്റംഗങ്ങൾ എന്ന് പറയുന്നത് 25 വർഷം സ്പെഷ്യൽ നോളജ് ആൻഡ് എക്സ്പെർട്ടീസ് ഉള്ള ആളുകളായിരിക്കണം. ഇന്നെലിജിബിൾ ആവുന്ന എപ്പോഴാണ്? 45 വയസ്സിന് താഴെയുള്ള ആളുകളാണെങ്കിൽ, ഏതെങ്കിലും ഒരു കുറ്റത്തിനകത്ത് ശിക്ഷ അനുഭവിച്ചിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ, ഒരു ഓഫീസ് ഓഫ് ട്രസ്റ്റ് ഓർ പ്രോഫിറ്റ് കൈകാര്യം ചെയ്തിട്ടുള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയായിട്ട് കൈകാര്യം ചെയ്തിട്ടുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവർ ഇന്നെലിജിബിൾ ആണ്. ഇനി സംസ്ഥാന സർവീസിൽ നിന്നോ കേന്ദ്ര സർവീസിൽ നിന്നോ റിമൂവ് ചെയ്തിട്ടുള്ള ആളുകൾ ഈ പറഞ്ഞ പോലെ ഇന്നെലിജിബിൾ ആണ്. ഏതെങ്കിലും ഒരു MP, MLA തുടങ്ങിയ സ്ഥാനത്തിരിക്കുന്ന ആളുകളും എന്തല്ല? ലോക്പാലായിട്ടിരിക്കാൻ ഇന്നെലിജിബിൾ ആണ്. ഇപ്പം നിലവിലെ ലോക്പാലായിട്ടിരിക്കുന്ന വ്യക്തിയാണ് അജയ് മാണിക്റാവു കനിവൽക്കർ എന്ന് പറയുന്നത്. ഓക്കെ, ആ പേരും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി NCM, നാഷണൽ കമ്മീഷൻ ഓൺ മൈനോറിറ്റീസിനെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എവല്യൂഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കണം നിർബന്ധമില്ല. നിങ്ങൾ 93 കാര്യം ഓർത്തിരുന്നാൽ മതി. നാഷണൽ കമ്മീഷൻ ഓഫ് മൈനോറിറ്റീസ് ആക്ട് 1992 ആണ് എന്ത് ചെയ്യുന്നത്? നിലവിലെ ഈ പറഞ്ഞ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കേന്ദ്ര കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, അത് മിനിസ്റ്റർ ഓഫ് മൈനോറിറ്റി അഫയേഴ്സ് എന്ന് പറയുന്ന മന്ത്രാലയത്തിന്റെ കീഴിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അവിടെ പരിഗണിക്കുന്ന മൈനോറിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിംസ്, ക്രിസ്ത്യൻസ്, സിഖ്, ബുദ്ധിസ്റ്റ്, ജെയിൻസ്, സൊറാസ്ട്രിയൻസ് അഥവാ പാർസീസ് ആണ്. അതിന്റെ കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ 7 അംഗങ്ങളാണ് വരുന്നത്. ഒരു ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ, 5 അംഗങ്ങൾ. 5 അംഗങ്ങളെ പ്രധാനമായിട്ട് നോമിനേറ്റ് ചെയ്യുന്നത് കേന്ദ്ര സർക്കാരാണ്. അത് എമിനൻസ്, എബിലിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഉള്ള ആളുകളെയാണ് വെക്കുന്നത്. 3 വർഷമാണ് അതിന്റെ കാലാവധി എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ നിലവിൽ എന്തില്ല? അതിനൊരു അധ്യക്ഷൻ ഇല്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇറ്റ് ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എസ്റ്റാബ്ലിഷ് അണ്ടർ ദ നാഷണൽ കമ്മീഷൻ ആക്ട് ഫോർ 1992. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ന്യൂനപക്ഷങ്ങളുടെ ഇൻട്രസ്റ്റുകളെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഏറ്റവും ആദ്യത്തെ തരത്തിലുള്ള കമ്മീഷൻ നിലവിൽ വരുന്നത് May 1993 നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് ഇൻ ഇന്ത്യ കറന്റ് ആസ് എ വേക്കന്റ് ചെയർപേഴ്സൺ. ഈവൻ ദോ ഇപ്പോൾ അവസാനത്തെ ആളുടെ പേര് ചോദിക്കുകയാണെങ്കിൽ ഇക്ബാൽ സിംഗ് ലാൽപുര ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ അതാണ് NCMന്റെ കാര്യത്തിൽ പ്രധാനമായിട്ടും പറയാനുള്ളത്. പിന്നെ വരുന്നത് NCPCR ആണ്, ബാലാവകാശ കമ്മീഷൻ. ബാലാവകാശ കമ്മീഷന്റെ നിയമം ഓർത്തിരിക്കുക. കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓൺ ചൈൽഡ് റൈറ്റ്സ് ആക്ട് 2005 പ്രകാരമാണ് നിലവിൽ വന്നിരിക്കുന്നത്. അതിന്റെ ആക്ടുകളുടെ അത് പ്രകാരം നിലവിൽ വന്നിട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 1, കേന്ദ്ര ബാലാവകാശ കമ്മീഷൻ. 2, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കോടതി. 3, സംസ്ഥാന ഈ പറഞ്ഞ പോലെ ബാലാവകാശ കമ്മീഷൻസ് ഫോം ചെയ്യാനുള്ളതെല്ലാം തന്നെ ഈ പറയുന്ന ദ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ആക്ട് 2005 പ്രകാരം നിലവിൽ വന്നിട്ടുള്ളതാണ്.
അപ്പോൾ ഇതിലെ കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു ചെയർപേഴ്സൺ ഉണ്ടായിരിക്കും, എ പേഴ്സൺ ഓഫ് എമിനൻസ് ആൻഡ് ഹാസ് ഡൺ ഔട്ട്സ്റ്റാൻഡിംഗ് വർക്ക് ഫോർ പ്രൊമോട്ടിംഗ് ദ വെൽഫെയർ ഓഫ് ചിൽഡ്രൻ. 6 അംഗങ്ങൾ ഉണ്ടായിരിക്കും, അതിൽ 2 പേരെങ്കിലും എന്തായിരിക്കണം, സ്ത്രീകളായിരിക്കണം. ഓക്കെ. അപ്പോയിൻമെന്റ് കേന്ദ്ര സർക്കാരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. ചെയർപേഴ്സൺ ഷാൽ ബി അപ്പോയിന്റഡ് ബൈ ദ റെക്കമെൻഡേഷൻ ഓഫ് എ 3 member of selection committee constituted by the central government under the chairmanship of ministry in charge of the Ministry of Human Resource Development. ഓക്കെ. MHRD തലപ്പത്തിരിക്കുന്ന അല്ലെങ്കിൽ എന്താണ് മന്ത്രിസഭ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ മന്ത്രിസ്ഥാനം കൈകാര്യം ചെയ്യുന്ന വ്യക്തിയുടെ നേതൃത്വത്തിലുള്ള ഒരു 3 അംഗ കമ്മിറ്റിയാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ബാലാവകാശ കമ്മീഷന്റെ ചെയർമാനെ അല്ലെങ്കിൽ അതിന്റെ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നതിനായിട്ട് തീരുമാനമെടുക്കുന്നത്. ഓക്കെ. കേന്ദ്ര സർക്കാരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. ഇനി NCPCRന്റെ ചെയർമാന്റെ പ്രായപരിധി എന്ന് പറയുന്നത് 65 വയസ്സ് അല്ലെങ്കിൽ അവർ 3 വർഷം. ഇതിൽ ഏതാണോ ആദ്യം എത്തുന്നത് ആ സമയത്ത് അവർക്ക് എന്ത് ചെയ്യാം, അവരുടെ ടേം കഴിഞ്ഞ് അവർക്ക് റിട്ടയർ ചെയ്ത് പോകാവുന്നതാണ്. അംഗങ്ങളാണെന്നുണ്ടെങ്കിൽ 3 വർഷവും 60 വയസ്സുമാണ് അതിന്റെ ടേംസ് വരുന്നത്. ഇനി 2ൽ കൂടുതൽ ടേംസ് ഇരിക്കാനായിട്ട് പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 ഇയർ പറയുന്നിടത്തെല്ലാം തന്നെ അവർക്ക് 2 ടേംസ് വരെ അടുപ്പിച്ചോ അല്ലെങ്കിൽ ഈ പറയുന്ന 65 വയസ്സിന് മുന്നേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2 ടേംസ് ഇരിക്കാനായിട്ട് പറ്റും. ഇനി ഇതിൽ ഏറ്റവും ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്ന ആരാണ്, ശാന്ത സിൻഹയാണ്. ഓക്കെ. ഇപ്പോഴത്തെ ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്, തൃപ്തി ഗുർഹയാണ്. ആ പേരും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കറണ്ടിലെ പേരുകൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ നമ്മുടെ കറണ്ട് അഫയേഴ്സ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക കേട്ടോ. ഇനി നമ്മുടെ വനിതാ കമ്മീഷൻ. വനിതാ കമ്മീഷന്റെ കേസിൽ വനിതാ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അത് പോളിസി മാറ്റേഴ്സിൽ കേന്ദ്ര സർക്കാരിനെ അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയെ അഡ്വൈസ് ചെയ്യുന്നതിന് വേണ്ടി ഫോം ചെയ്തിട്ടുള്ളതാണ്. നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ ആക്ട് എന്ന് പറയുന്ന 92ലെ നിയമപ്രകാരമാണ് ഇത് നിലവിൽ വന്നിട്ടുള്ളത്. സ്ത്രീകളുടെ അവകാശത്തെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടുള്ള ഒരു നിയമമാണിത്. ആൻഡ് ഇവരെന്ത് ചെയ്യുന്നു, ഡൗറിക്ക് അഗെയിൻസ്റ്റ് പൊളിറ്റിക്സ്, റിലീജിയൻ, ഈക്വൽ റെപ്രസെന്റേഷൻ ഓഫ് വുമൺ ഇൻ ജോബ്സ് തുടങ്ങിയ കാര്യത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി നിലകൊള്ളുന്നു. റിസീവ്സ് ആൻഡ് ഇൻവെസ്റ്റിഗേറ്റ്സ് കംപ്ലയിൻസ് ഫ്രം വുമൺ ഹു ആർ വിക്ടിംസ് ഓഫ് വയലൻസ്, ഡിസ്ക്രിമിനേഷൻ, ഹരാസ്മെന്റ് ഓർ ഡിപ്രിവേഷൻ ഓഫ് ദെയർ റൈറ്റ്സ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യാവകാശ കമ്മീഷൻ, ബാലാവകാശ കമ്മീഷൻ, വനിതാ കമ്മീഷൻ ഇതെല്ലാം തന്നെ ക്വാസി ജുഡീഷ്യൽ ബോഡീസ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോടതി തീരുമാനിക്കുന്ന പോലെ ഇവർക്ക് എന്ത് ചെയ്യാം, ആളുകളടുത്ത് ഹാജരാവാൻ പറയാനോ അവരെ ഈ പറഞ്ഞ പോലെ അവരുടെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനൊക്കെയുള്ള അധികാരങ്ങൾ ആർക്കുണ്ട്, ഈ തരത്തിലുള്ള ബോഡീസിനുണ്ട് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഇനി നിലവിലെ ചെയർമാൻ എന്ന് പറയുന്നത് വിജയ് കിഷോർ ആത്താക്കറാണ്. ഫസ്റ്റ് ചെയർമാൻ എന്ന് പറയുന്നത് ജയന്തി പട്നായിക് ആണ്. അതിന്റെ ഒരു കോമ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഈ പറഞ്ഞ പോലെ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി നിലകൊണ്ടിട്ടുള്ള ആളുകളെയാണ് അതിന്റെ ചെയർമാനായിട്ട് വെക്കുന്നത്. അംഗങ്ങളും അങ്ങനെ തന്നെയാണ്. അതിനകത്ത് നോട്ട് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 1 member ഷാൽ ബി ഫ്രം എമംഗ് ദ പേഴ്സൺസ് ബിലോങ്ങിങ് ടു ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് റെസ്പെക്റ്റീവ്ലി എന്നുകൂടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഈ പറയുന്ന നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്ന് പറയുന്നത്. ഒരുപാട് ഫാക്റ്റുകളുണ്ട്, പക്ഷെ ഞാൻ നിങ്ങളടുത്ത് പറയുന്നു, നിങ്ങൾക്ക് ഇത്രയും ഫാക്റ്റുകൾ മക്കപ്പ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും മിനിമൽ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യത്തെ ചെയർമാന്റെ പേരും നിലവിലെ ഉള്ള അധ്യക്ഷന്റെ പേരും കൂടെ ഒന്ന് പഠിച്ചു വെക്കുക. ബാക്കി ഒന്നും പഠിച്ചില്ലെങ്കിലും ഇത്രയെങ്കിലും ഓർത്തിരിക്കുക. അപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു കോളത്തിലാണ് കൂടുതലും ചോദ്യങ്ങൾ വരാൻ സാധ്യത. പൊളിറ്റി പെർസ്പെക്റ്റീവിലുള്ള ചോദ്യങ്ങൾ കുറവാണ്. ഇതുവരെ കാര്യമായിട്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടില്ല. അപ്പോൾ കൂടുതൽ കറണ്ട് അഫയർ പെർസ്പെക്റ്റീവിലും സ്ട്രാറ്റജിക്ക് പെർസ്പെക്റ്റീവിലുള്ള ചോദ്യങ്ങളാണ് ഈ ഭാഗത്ത് നിന്ന് വരാൻ സാധ്യത. എന്നിരുന്നാലും നിങ്ങൾക്ക് പഠിക്കുമ്പോൾ ഏതൊക്കെ ഭാഗങ്ങളാണ് സ്ട്രെസ് കൊടുത്ത് പഠിക്കേണ്ടത് എന്നതിന് വേണ്ടിയിട്ടാണ് ഇതൊരു സെപ്പറേറ്റ് സെഷനായിട്ട് തന്നെ ഞാൻ എടുത്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഭാഗങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് വരിക. ഇതുപോലെയുള്ള സെഷൻസ് ആയിരിക്കും നമുക്കിനി ബാക്കി ഉണ്ടായിരിക്കുക. പൊളിറ്റിയിൽ ഓൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങളും നമ്മുടെ റിവിഷൻ സീരീസിന്റെ ഭാഗമായിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. വളരെ ഇത്തരത്തിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന അവിടെയും കിടക്കുന്ന ചില ടോപ്പിക്സ് ആയിരിക്കും നമുക്ക് ഇനി കവർ ചെയ്യാനായിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അത് റിവിഷൻ എക്സ്പ്രസ് സീരീസിന്റെ ഭാഗമായിട്ടല്ല, അല്ലാതെ ഓരോ ഇൻഡിവിജ്വൽ വീഡിയോസായിട്ട് ഞാൻ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നമ്മുടെ റിവിഷൻ എക്സ്പ്രസ് സീരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകളിലൂടെ നിങ്ങളത് രേഖപ്പെടുത്തുക. നിങ്ങൾ നമ്മുടെ വീഡിയോസിനെ മാക്സിമം പ്രൊമോട്ട് ചെയ്യാനായിട്ട് നോക്കുക. നിങ്ങൾ തരുന്ന പ്രൊമോഷൻസ് ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് ഞങ്ങളുടെ മോട്ടിവേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.